ഭഗവാനെ, എല്ലാം അവിടുത്തെ കൃപ. ഈശ്വര രക്ഷിക്കണേ. മാഷേ സലാം. പുതിയ AU ആണ്. ചാർജ് എടുത്തിട്ട് ഒരാഴ്ചയായുള്ളൂ. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും ഓർമ്മിപ്പിക്കുക, കുട്ടികളാരും നാളെ മുടങ്ങാണ്ട് നോക്കണം. അവരോട് കഴിയുന്നത്ര നല്ല വേഷം ഇട്ടുകൊണ്ട് വരാൻ പറയണം. ചന്ദ്രഹാസൻ മാഷ് ലീവാണ്, അത് പിന്നെ നിവൃത്തിയില്ല. പിന്നെയുള്ളവരെല്ലാവരും രാവിലെ കുറച്ച് നേരത്തെ കൃത്യമായിട്ട് എത്തണം. കഴിഞ്ഞ കൊല്ലം വന്ന AU ഒരു കാർക്കോടകനായിരുന്നു. വാസ്തവം. എന്തിലും എവിടെയും കുറ്റം മാത്രമേ കണ്ണിപ്പെടൂ. എന്നിട്ടും എന്താ, ഷാരടി മാഷ റെക്കോർഡ്സ് കൃകൃത്യ ആയതുകൊണ്ട് ഒരു കൂട്ടിലും വീണില്ല. ഇനി നാളെ വരുന്നത് ഏത് അവതാരമാണാവോ? ആരായാലും എന്താ കാര്യം? നമ്മുടെ ധർമ്മം നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് മതി താനും. എന്നാ ഞാനങ്ങോട്ട്. എന്താ പോട്ടെ മാഷേ? ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇൻസ്പെക്ഷനുള്ള ദിവസം ചോദിക്കാൻ പാടില്ലാത്തതാ. ലീവിന്റെ കാര്യമാണെങ്കിൽ ചോദിക്കണ്ട. ചോദിക്കാൻ ഇടവരല്ലെന്നാ എനിക്കും. നോവ് തുടങ്ങിയത് കണ്ടിട്ടാ രാവിലെ പോകുന്നത്. ഇതുവരെ അറിയിച്ച ആള് വന്നില്ല. ആയിട്ടില്ല എന്നർത്ഥം. പുലർച്ചയ്ക്ക് മുമ്പേ രണ്ടും രണ്ടായിട്ട് കിട്ടിയ സ്കൂള് തുറക്കുമ്പോൾ എല്ലാവരെക്കാളും മുമ്പേ ഞാനിവിടെ എത്തും. ഇല്ലെങ്കിൽ എന്താണെന്നോ, പിന്നെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോകണമെങ്കിലും ഒരാൾ ഞാനുള്ളൂ മാഷേ. കഴിഞ്ഞ എക്സാമിന്റെ ഇടയിലല്ലേ പ്രസവാവസ്ഥയെന്നും പറഞ്ഞ് മാഷ് ലീവിന് ദിക്ക് കൂട്ടിയത്? അതെ, അത് മോള് സരോജിനിയുടെ. അപ്പൊ ഇതോ? ഇത് ഭാര്യ വസുമതിയുടെ. എന്റെ മാഷ ഈ പ്രായത്തിലോ? ദൈവം തരണല്ലേ മാഷേ. എന്ത്? കൈനീട്ടി വാങ്ങല്ലാതെ എന്താ ചെയ്യുക? എന്താ പറയുക? ഗിരിയ, വെള്ളം ഇങ്ങെടുക്ക്. സ്കോർ 11 കഴിഞ്ഞ് നിൽക്കുക ആ പൂട്ടമാഷ്. ഇതൂടെ ആവുമ്പോ ഡെസം തകയും. ഇതിലെങ്കിലും നിർത്തുവോ ആവോ? കഷ്ടം.
എന്താ അച്ഛാ? ഇല്ല, ഒന്നുമില്ല. മോള് പഠിച്ചോ? പഠിക്കുകയല്ല, ഒരു ബുക്ക് കിട്ടി, അതിരുന്ന് വായിച്ചോന്നേ ഉള്ളൂ. വായന മുടക്കണ്ട. ഒന്ന് നിന്നേ. എന്തോ പറയാനുണ്ട്. പറയണോ വേണ്ടേ? പറയാനാണെങ്കിൽ എങ്ങനെ പറയും? ഈ ഒരു വിമിഷ്ടം ഉള്ളിക്കിടന്ന് തിക്ക് കൂട്ടുന്നുണ്ട്. അത് മുഖത്ത് വായിക്കാം. പറഞ്ഞോളൂ പിഷാരടി. അബദ്ധമാണെങ്കിൽ കേട്ടില്ലെന്ന് നടിച്ചോളാം ഈ ഭരതപുത്രി. ഭഗവാന്റെ മുമ്പിലെ കാണിക്കപ്പെട്ടിയിലെ പണം ഭഗവാന്റേതെന്ന് കരുതുന്ന പോലെ സർവീസിൽ കയറിയ നാൾ തൊട്ട് ഇക്കണ്ട കാലം സ്കൂൾ ഫണ്ടിന് അച്ഛൻ കണ്ടിട്ടുള്ളൂ. ഇന്ന് പക്ഷേ എന്താ അച്ഛ ഉണ്ടായത്? ഒരു നല്ല കാര്യത്തിനാ. ചന്ദ്രഹാസൻ മാഷ്ടെ ഒരു കുട്ടി പിറന്ന ഉടനെ മരിച്ചു. കുറച്ച് പണം സ്വരുക്കൂട്ടാൻ വേറെ വഴി ഉണ്ടായില്ല. പെറ്റി കാശിന്ന് 1500 രൂപ മറിച്ചിട്ടാ മാഷ അയച്ചത്. അതാ പണം തിരികെ വെച്ചാ തീർന്നല്ലോ. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ തെറ്റ് എന്തിനു വേണ്ടിയിട്ടായാലും തെറ്റ് തന്നെയാ. ഇന്ന് ഇത് സാരമില്ലാന്ന് വെച്ചാ നാളെ ഇനി ഇതിലും വലുത് സാരമില്ലാന്ന് തോന്നിയാലോ? ഓർക്കുമ്പോ എനിക്ക് എന്നെ പേടിയാവുന്നു. ആ ഒരു പേടിയും കുറ്റബോധവും ഉള്ളിൽ കിടന്ന് കിരികിരുത്തപ്പോഴാ നിന്റെ അടുത്ത് വന്ന് തുറന്നു പറഞ്ഞ ഒരാശ്വാസം ആവൂന്ന് കരുതിയത്. എന്നിട്ട് കിരികിരിപ്പ് കുറഞ്ഞ ലക്ഷണം മുഖത്തില്ലല്ലോ. അത് മാറണമെങ്കിൽ ആ പണം നാളെ രാവിലെ ക്യാഷ് ബോക്സിൽ തിരികെ വെക്കണം. ചന്ദ്രഹാസൻ മാഷ് വരാൻ ഒരാഴ്ച കഴിയും. അതുവരെ ഈ കിരികിരിപ്പ് വെച്ചോണ്ട് നടക്കാനോ? അയ്യോ, സെപ്റ്റിക്കാവും. പെട്ടെന്ന് എവിടെന്നാ എന്റെ മോളെ പണം കിട്ടുക? ചന്ദ്രഹാസൻ മാഷ് വരുമ്പോ തിരികെ കൊടുക്കാലോ. കൊടുക്കാം. പക്ഷെ ഇനിയിപ്പോ ആരോടാ ചോദിക്കുക? കൈവെള്ളയിലുള്ളപ്പോ എന്തിനാ മാഷെ ചോദിക്കാൻ നടക്കുന്നത്? മഞ്ഞലോഹം അലങ്കാരത്തിന് മാത്രമല്ലെന്ന് അറിയില്ലേ ഗുരുശ്രേഷ്ഠന്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇതിന് വേറെയുണ്ട് ഉപയോഗം. 1500-ന് ഇതധികോ? പണയം വെച്ചാ ഒരാഴ്ചത്തേക്ക് എത്ര ഏറിയാലും 100-ല് താഴെ വരും, പലിശയും പലവകയും ചേർത്ത്. കിരികിരിപ്പിന് മരുന്ന് വാങ്ങിയതായിട്ട് കണക്കെഴുതാം. ആകെ ഉള്ളത് 3 വളയാ. വേണ്ട. അതിലും വലുതല്ലേ അച്ഛാ മനസമാധാനം? അച്ഛൻ വാങ്ങിത്തന്നു. ഒരാവശ്യത്തിന് ഒരാളെ സഹായിക്കാൻ ഒരാഴ്ചത്തേക്ക് അച്ഛൻ അതൊന്ന് വാങ്ങി. എന്നാലും ഒരെന്നാലും ഇല്ല. കിരികിരിപ്പ് മൂത്ത് അധ്യാപക കുലാചാര്യനായ ഭരത പിഷാരടി സ്കൂൾ ഫണ്ടിൽ തിരിമറി നടത്തിയതിന് പിടിയിലായെന്ന് ദുസ്വപ്നം കാണുന്നതിലും ഭേദോ? ഇത് പണയം വെക്കാൻ ഇത് കൊണ്ടുവന്നാൽ ആളുകൾ എന്ത് കരുതുമെന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് പണം സ്കൂളിലെത്തിക്കാം. വേണ്ട വേണ്ട, തല ഇരിക്കുമ്പോ വാലാടണ്ട. ആടൂല, പക്ഷേ തല ഇരിക്കേണ്ട അടുത്ത് ഇരിക്കണമെന്ന് മാത്രം. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണേ? വേഗം ക്ലാസ്സിലോട്ട് ചെല്ലൂ. ഗിരിജ വന്നില്ലല്ലോ മാഷേ. അത് അതിശയാണല്ലോ മാഷേ. ശാരടി മാഷോ ഗിരിജയോ ആരാദ്യം മുമ്പെന്നായിരുന്നല്ലോ പതിവ്. ഇന്ന് ഇൻസ്പെക്ഷൻ ഉള്ളത് ഗിരിജാമ്മയ്ക്ക് അറിയാവുന്നതുമാണല്ലോ. ഇന്നലെ പോകുമ്പോ അസുഖമുള്ളതായിട്ടൊന്നും തോന്നിയതുമില്ല. ഇനി പെട്ടെന്നെങ്ങാനും വല്ല വാരൊരു മാഷ് നാവിടത്തൊന്നും പറയണ്ട. കരിമ്പുള്ളി ഉള്ള നാക്ക. ഗിരിജാമ്മ ആരാ പുള്ളി? ഒരുമാതിരി വെയിലൊന്നും അതിന്റെ മേലിൽ വീഴൂല. വരാൻ വൈകുന്നതിന് നിൽക്കക്കള്ളി പറയാമെന്ന് വെച്ചോ? ആ താക്കോലെങ്കിലും ഒന്ന് കൊടുത്തയച്ചാൽ മതിയായിരുന്നു. എയോ വന്നിട്ട് സ്റ്റോർ എവിടെ, ഉച്ചക്കല ഉപ്പുമാവിലുള്ള റവയുടെ സ്റ്റോക്ക് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കൂട്ട് തല്ലി വേണം തുറക്കാൻ. ഗിരിജാമ്മ ഇപ്പിടിഞ്ഞെത്തും. അവർക്കറിയാത്തൊന്നുമല്ലല്ലോ. ഇന്നും ഇന്നലെയാണോ സ്കൂള് കാണുന്നേ? പിന്നെ റെക്കോർഡ്സ്, ക്ലാസ് വിസിറ്റ് കഴിഞ്ഞല്ലേ സ്റ്റോറിന്റെ ഊഴം വരൂ. അങ്ങനെ നിയമക്രമമൊന്നും ഇല്ല. വരണ ആളുടെ ഇഷ്ടം പോലെ ഇരിക്കും. അനന്തം മാഷിന്റെ ഡ്രില്ല് ക്ലാസ് വല്ല കുഴപ്പമുണ്ടാക്കൂ? എന്റെ മാഷെ പറഞ്ഞു കുഴപ്പിക്കണ്ട. കരുതാക്കാന്ന് മറന്നു പോന്നു. അതെ അതെ, ഞാനൊന്നും പറയുന്നില്ലേ മാഷേ. പെറ്റിക്കാഷിന്റെ കാര്യം വെപ്രാളത്തിനിടെ ഞാനങ്ങ് മറന്നുപോയി. അതിനെന്താ വഴി? അത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. സിന്ധുവിന്റെ ഒരു വള. പിന്നെ ഏതിനും സമാധാനമുണ്ട്. ഇതേത് കുരിശോ എന്തോ.
ഈ ഭരത പിഷാരടി ഹെഡ് മാഷ് മാഷാണോ? ഞാനാണ്. എന്താ? നമസ്കാരം. നമസ്കാരം. ഹോ, എന്താ ഒരു ചൂട്! ഭയങ്കരം ഭയങ്കരം. എവിടുന്നാ? വീട് കൊടുങ്ങല്ലൂരിനടുത്ത് കോട്ടപ്പുറം. ഇപ്പൊ വരണത് തൃശ്ശൂർന്ന്. ഹോ, മേലെ തൊട്ട നമുക്കേ പൊള്ളുന്നു. ആ, ഞാൻ ഇന്നലെ വരുന്ന വിവരത്തിനൊരു കത്ത് അയച്ചിരുന്നു. ഒരു ഇൻസ്പെക്ഷനെ. തുടക്കം ഈ സ്കൂളിൽ നിന്നാകാന്ന് കരുതി. എയ്യോ. ആ, പേര് അവരാച്ചെന്ന്. എബ്രഹാം ജോസഫ്. എയ്യോ സ്ഥാന പേര്. അയ്യോ ക്ഷമിക്കണം സാർ, മനസ്സിലായില്ലായിരുന്നു. എങ്ങനാ മനസ്സിലാവണേ? പോസ്റ്റിംഗ് ആയിട്ട് ഒരാഴ്ചയായുള്ളൂ. പോരാത്തതിന് എന്റെ ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം ഇങ്ങനെ. അപ്പൻ എപ്പോഴും പറയും, അവരാച്ച നിന്നെ കണ്ട വല്ല അനാഥശാലയിൽ നിന്നും പിരിവിന് വന്നു എന്നല്ലാതെ മാഷാണെന്ന് തോന്നൂല്ലല്ലോടാന്ന്. മാഷാണെന്ന് കൂടി കണ്ടാ തോന്നാത്ത ഒരാളെ പിന്നെ എങ്ങനെയാ ഏയോ എന്ന് തോന്നുക? ഏയോ എന്നുള്ളതേ എനിക്ക് തന്നെ അങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല ഇതുവരെ. അകത്തേക്ക് ഇരിക്കാം. ആ, ഇരിക്കാം. ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അതെ, പൗലോസ് മാസ്റ്റർ. ഓ, നമസ്കാരം. നമസ്കാരം. ആ, വരൂ സാർ. പൂജയുണ്ടോ ഇവിടെ? എന്താണ് സാർ? പൂജ. ആ, കുടല് പറ്റിയിരിക്കണു ദാഹം കൊണ്ട്. സർബത്ത് വരുത്താം. പരവേശത്തിന് വെള്ളത്തോളം വരില്ല ഒന്നും. ഇടനേരത്ത് അതും ഇതും അങ്ങനെ ഒരു പതിവുമില്ല. ആ, നമുക്ക് ആ റെക്കോർഡ്സ് ഒന്ന് നോക്കിയാലോ മാഷേ? ശരി സാർ. ആ, ഈ സ്കൂളിനെ പറ്റിയും ഭരതവിഷാരടി മാഷിനെ പറ്റിയും വലിയ മതിപ്പാ അവിടെ റെക്കോർഡ്സിലേ. പെറ്റി ക്യാഷ് എത്രയുണ്ട്? 3414. ഓർമ്മയിൽ നിന്ന് ഇത്ര കണിശമായി മാഷ് തുക പറയുമ്പോ അത്രയും തുക ഇതിനകത്തുണ്ടെന്ന് ഉറപ്പാ. ഇതിൽ നിന്ന് തിരിമറി നടത്തിയിട്ട് വേണ്ട മാഷിന്. മുഖം കണ്ട് അറിയണം അവരാച്ച ഒരാളിന്റെ തരമെന്ന് അപ്പൻ എപ്പോഴും പറയുമായിരുന്നു. ബോട്ടിലെ സ്രാങ്കായിരുന്നു. ചവിട്ട് നാടകത്തിന്റെ ആശാനും. അറ്റൻഡൻസ് രജിസ്റ്റർ. മാഷന്മാരിലെ ഒരാൾ ലീവാണ്. കുട്ടി മരിച്ചത് കാരണം പെട്ടെന്ന്. ആവശ്യം വരുമ്പോ എടുക്കാനുള്ളതല്ലേ മാഷ ലീവ്? ആകെ 7+1 പ്യൂൺ ലേഡിയാണ്. ഗിരിജാ ഭാസ്കരൻ അല്ലേ? അതെ. ഈ പിൻവശത്തെ ബാത്റൂമിന്റെ വാട്ടർ ടാങ്കിന്റെ ലീക്ക് വെള്ളം വെക്കൊണ്ടേയിരിക്കുന്നു. അത് നന്നാക്കാൻ ഒരാളെ വിളിക്കാൻ അയച്ചിരിക്കുകയാണ്. ഇപ്പൊ എത്തും. ആ, നന്നായി. കുടിവെള്ളക്ഷാമമുള്ള നാടല്ലേ? അതുമല്ല, ചില്ലറ കേടുപാടുകൾ അപ്പപ്പ തീർത്തു പോയാ ഒടുക്കം വലിയ മെയിൻ്റനൻസ് വേണ്ടി വരില്ല. നന്നായി. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. പഠിക്കുന്ന കാലത്ത് സ്കൂൾ അസംബ്ലിയിൽ ഞാനാ ഇത് പാടുക. അംഷിയുടേതാണ് രചന. സോ സിമ്പിൾ, പക്ഷേ അർത്ഥകരിമ എന്താ? പരമാണു പൊരുളിയിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ക്ലാസ്സിനകത്ത് കയറി നോക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട. പാടിക്കൊടുക്കുന്ന ആളിന്റെയും ഏറ്റുകൊള്ളുന്നവരുടെയും ഏകാഗ്രത പോകും. വേണ്ട മാഷേ, അതൊക്കെ ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചിരുന്ന കാലത്ത് തുടങ്ങി വെച്ച ഓരോ ഏർപ്പാടുകളല്ലേ. ഇവിടെ നിന്ന് കേട്ടാൽ അറിഞ്ഞുകൂടെ ക്ലാസിന്റെ ഒരു തഞ്ചം. അഖിലാണ്ട മണ്ഡല എന്നാ അടുത്ത ക്ലാസ്സിലേക്ക് നീങ്ങാം. എന്തിനാ? ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങി റോൾ കോൾ നോക്കാൻ ഇതുവല്ല പട്ടാള ബാരക്കൊന്നും അല്ലല്ലോ. വാലിൽ 2 ഡിഗ്രി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഈ കസേര കയറി പറ്റിയെന്നല്ലാതെ നിങ്ങളുടെ അത്ര വിവരവും പരിചയം എനിക്കുണ്ടോ? ഹേയ്, അങ്ങനല്ല. ഒരു മണിക്കൂർ വൈകി. വൈകിയത് പ്രശ്നമല്ല, പോയിട്ട് എന്തായി? ഈശ്വര, അത് സാറെങ്ങനെ അറിഞ്ഞു? എന്തായി? അത് ഉറപ്പിച്ചു. എന്നിട്ട് ആളെവിടെ? ആളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ? പുറകെ വന്നേക്കാമെന്ന് പറയും, വരൂല. വിശ്വസിക്കരുത്. കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്ന് പണി തീർത്തില്ലെങ്കിൽ വടി വെക്കുന്നിടത്ത് കുടവയ്ക്കാത്ത ഇനമാ ഈ വർഗം മൊത്തത്തിൽ. ആരുടെ കാര്യമാണ് മാഷേ? ബാത്റൂമിലെ വാട്ടർ ടാപ്പിന്റെ ചോർച്ച മാറ്റുന്ന ആളുടെ കാര്യ.
അയ്യോ, മുൻകൂട്ടി പറയാണ്ട് വരാൻ വൈകി എന്നെ രക്ഷിക്കാൻ ഷാരടി മാഷ് ഒരു കള്ളം ഉണ്ടാക്കി പറഞ്ഞതാ. ഇവിടൊന്നും പൈപ്പിന് ഒരു കേടുമില്ല. അത് ഞാന് ഈ പിന്നെ മാഷന്മാര് കള്ളം പറയാൻ പാടുണ്ടോ? അല്ല, അപ്പൊ ഉറപ്പിച്ചെന്ന് പറഞ്ഞതോ? ഉറപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഒരു കല്യാണത്തിന്റെ കാര്യം. കല്യാണം? പ്രഭാവതി പേരിലെ തെളിച്ചം, പക്ഷെ ആൾക്കില്ല. കാണാൻ പോരാ. ചൊവ്വാദോഷോ. വയസ്സ് 29. 11 കൊല്ലമായി വരുന്ന ആലോചനകൾ മുഴുവൻ തുടക്കത്തിലേ ചീറ്റിപ്പോണു. കൈമൾ അദ്ദേഹത്തിന്റെ ഒറ്റ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സ് ചത്തു. ഇനി മംഗല്യയോഗം ഇല്ലാന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാ ഒരു കൂട്ടർ എന്റെ അടുത്ത് വന്നത്. ഞാനുള്ള നേരം അങ്ങ് തുറന്നു പറഞ്ഞു. അവർക്കൊരു അലിവ് തോന്നി. ഇന്നലെ വൈകിട്ട് വന്ന് പെണ്ണിനെ കണ്ടു. രാവിലെ വാക്കുറപ്പിച്ചു. മാസം പിറന്ന് ആദ്യ വ്യാഴത്തിന് ഗുരുവായൂര് വെച്ച് കല്യാണം. ഇന്ന് ഇൻസ്പെക്ഷൻ ആണെന്ന് ഓർക്കാഞ്ഞിട്ടല്ല. ഞാൻ കൂടി നിന്നാലേ ഈ ഒരു എരിവിന് ഉറപ്പിച്ചെടുക്കാൻ പറ്റൂ. ഒരു പെണ്ണിന് ഒരു ജീവിതം കിട്ടുന്ന കാര്യല്ലേ. രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് നിന്നതാ. ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് അറിയുമ്പോ വൈകിയതിന്റെ പേരില് സാറിനൊരു ഈർഷ്യ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഭഗവാൻ തോന്നിപ്പിച്ചിട്ട് അതിന്റെ കലമ്പല് മനസ്സിന്ന് മാറ്റണേന്ന് ഉള്ളില് തൊഴുതു പ്രാർത്ഥിച്ചു. പേരെന്താന്ന് പറഞ്ഞേ? ആ, ഗിരിജാ ഭാസ്കരൻ. 1 മണിക്കൂറല്ല, ഇങ്ങനെ ഒരു സൽക്കാര്യത്തിന് വേണ്ടി ഒരു അര ദിവസം വൈകിയാ പോലും ഞാൻ ക്ഷമിക്കും. ഷാരടി മാഷിന്റെ വിഷമം തീർന്നിട്ടില്ല. മുഖത്തൊരു വെട്ടപ്രസാദവും ഇല്ല. അല്ല, നല്ല കാര്യങ്ങൾക്കായിട്ടാണെങ്കിൽ മാഷന്മാർക്കും വല്ലപ്പോഴും ഒരു കള്ളം പറയാമെന്ന് മാനുവലിൽ സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്. നമുക്കെന്നാ സ്റ്റോറിലെ സ്റ്റോക്ക് ഒന്ന് നോക്കാം. സംശയം ഉണ്ടെങ്കിലല്ലേ നോക്കി ബോധ്യപ്പെടേണ്ട കാര്യമുള്ളൂ. നിസാര ഒരു നുണ പറഞ്ഞതിന് ഇത്രയും വിമിഷ്ടം കാണിച്ച മാഷാണോ സ്റ്റോറിലെ സ്റ്റോക്കിൽ കൃത്രിമം കാണിക്കാൻ പോണേ? അല്ല, എന്നാലും നമുക്കൊന്ന് സ്റ്റോക്ക് പരിശോധിച്ചു, കണക്ക് പ്രകാരം കൃത്യം ബോധ്യപ്പെട്ടു പോരെ? ഗിരിജാഭാസ്കറിന് സ്കൂളിലെ ജോലിയാണോ അതോ ഈ ഒരു എന്താ ഇതിന് പറയുക, വസ്തുക്കച്ചവടം അല്ലല്ലോ ദല്ലാളെന്ന് പറയാൻ. ബന്ധങ്ങൾ ഇങ്ങനെ ഇണക്കിക്കൊണ്ട് പുണ്യം തേടുന്ന ജോലിയാണോ? ഏതാ ഫുൾ ടൈം, ഏതാ പാർട്ട് ടൈം? അയ്യോ സാറേ, സ്കൂളിലെ പണിയാ എന്റെ ചോറ്. മറ്റതൊരു തൊഴിലായിട്ടല്ല, പറ്റുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകാരമെന്നേ കരുതിയിട്ടുള്ളൂ. മനസ്സറിഞ്ഞു വല്ലതും തന്ന വേണ്ടാന്ന് പറയാന്നല്ലാതെ അതിനൊരു റേറ്റിംഗ് കമ്മീഷനും ഒന്നുമില്ല. ആ, സീസറിനുള്ളത് സീസർക്ക്, കർത്താവിനുള്ളത് കർത്താവിന്, അല്ലേ മാഷേ? അതെ. ഞായറാഴ്ചയായിട്ട് പൗലോസ് മാഷ് എവിടുന്ന ഈ വഴിക്ക്? അമ്പാട്ട ശങ്കരമേന്റെ മോള് എൻട്രൻസിൽ ഒരുങ്ങാണ്. ആ, ഇംഗ്ലീഷിനൊരു പിൻബലം വേണമെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഞായറാഴ്ച തോറും ഒരു ട്യൂഷൻ, അത് കഴിഞ്ഞുള്ള മടക്കമാണ്. ആ, എന്നാ ശരി. അല്ല, ഇതാര്? നമസ്കാരം. പൗലോസ് മാഷോ? ഞാനിവിടെ ഗിരിജാഭാസ്കരൻ ഒന്ന് കാണാൻ പോയതാ. ഗിരിജാ ഭാസ്കരനോ? ആ, നമ്മുടെ സ്കൂളിലെ ഗിരിജ. ഓ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ? ഇല്ല, സ്കൂളിൽ വന്ന് കണ്ട പരിചയം, അത്രേ ഉള്ളൂ. പെങ്ങളൊരുത്തി വയസ്സ് 35 കഴിഞ്ഞു. കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഒരേ വാശിയിലായിരുന്നു. ഈടെയായി ഒരു മനമാറ്റം. ഒത്തുവന്നാൽ വിരോധമില്ലാന്നൊരു സൂചന. നല്ല പ്രായത്തിൽ വരാണ്ട് പോയ ബുദ്ധി തെളിഞ്ഞതിപ്പോഴാ. ഊർദ്ധം വലിക്കുമ്പോഴും അപ്പന്റെ സങ്കടം സിസിലി മോക്കൊരു ജീവിതം ഇല്ലാണ്ട് പോയല്ലോ എന്നായിരുന്നു. അവിടെ കൂട്ടിയിട്ട് കൂടുതലില്ല മാഷേ. മനസ്സ് വെച്ച് ഒരാളെ തേടിത്തരാൻ പറയായിരുന്നു ഗിരിജിയോട്. ശരി. ഇൻസ്പെക്ഷൻ അന്ന് വൈകി വന്നതിന് ഫയർ ചെയ്യേണ്ട എയോയെ പിറ്റേന്ന് ഉടപ്പറന്നവൾക്കൊരു ബന്ധുത വേണമെന്നും പറഞ്ഞ സ്വന്തം വീട്ടുമുറ്റത്ത് വരുത്തണമെങ്കിൽ ഈ ഗിരിജാമ്മ ആളാരാ ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടായ പോരാ. അതിനെ വാക്സാമർത്ഥ്യം വേണം.
ഞാൻ വഴി മംഗല്യഭാഗ്യം കിട്ടിയ ഓരോ കുട്ടികളുടെയും പ്രാർത്ഥന ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കിട്ടുന്നതല്ലേ മാഷുമാരെ? അല്ലാണ്ട് ഇത് വല്ലത് എന്റെ മിടുക്കോ മറ്റോ ആണോ? അത് തന്നെ ഞാനും പറയണേ, എല്ലാം ഭഗവാന്റെ അനുഗ്രഹ എന്റെ കാര്യത്തിലും. ഗിരിജേ, എന്താ മാഷേ? ഒരു കാര്യം. അയ്യോ, വിളിച്ചാ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. ആവശ്യം എന്റേതാ. എന്താ മാഷേ കാര്യം? സിന്ധുവിന്റെ ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് അടുത്ത മാസത്തോടെ തീരും. ആ, അതിനെന്താ, പിന്നെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാലോ. ശ്രമിക്കാം. അത് പക്ഷേ പിന്നെ ഏണങ്ങി ഒത്തുകിട്ടിയൊക്കെ വരണം. അതുവരെ അവള് വീട്ടിൽ വെറുതെ നിൽക്കാൻ ഇടവരാണ്ട് ഉള്ള നേരത്തെ ഒരു പയ്യനെ കണ്ടുപിടിച്ചാൽ. അല്ല, ജോലി കിട്ടിയാൽ അപ്പോഴും വേണമല്ലോ. സിന്ധുമോക്ക് വയസ്സെത്രയായി? 20 കഴിഞ്ഞു. ഓ, അത്രയല്ലേ ആയുള്ളൂ. പരിഭ്രമിക്കാൻ ഒന്നുമില്ലെന്നേ. അടുത്ത കൊല്ലം ഒടുക്കാവുമ്പോ ഞാൻ റിട്ടയർ ചെയ്യും. എന്റെ കയ്യില് നീക്കിയിരിപ്പൊന്നും ഇല്ലെന്നറിയാലോ. കടവും വായ്പയും ഒക്കെ ആയിട്ട് സ്വരുക്കൂട്ടണം. ഇപ്പോ ഈ ഉദ്യോഗത്തിന്റെ ബലത്തിൽ കൈനീട്ടിയാ തരേണ്ടവർക്കൊരു ഉറപ്പ് തോന്നും. 1.5 കൊല്ലം മുമ്പിലുണ്ടല്ലോ എന്നൊരു ബോധ്യം. ഒന്ന് ആഞ്ഞു പിടിച്ചാ കരയടിപ്പിക്കാം. റിട്ടയർ ചെയ്തിട്ടായാൽ. മാഷ ആ പറഞ്ഞത് ഉള്ളതാ. അവളുടെ ചേച്ചി സുധയ്ക്ക് ഈ പ്രായത്തിലൊരു കുട്ടിയായി. സിന്ധുമോളുടെ നക്ഷത്രം എന്താ? ഉത്രട്ടാതിയാണ്. ആ, എത്ര വരെ കൊടുക്കാം? എന്റെ കുട്ടിക്ക് എന്തു കൊടുക്കാനും സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഉള്ള ഭാഗനല്ലേ കൈയെത്തൂ. ആ, കൈ നീട്ടി കൊണ്ടുവാന്ന് ലേലം വിളിക്കാം മാഷെ. ചെറുക്കം കൂട്ടിൽ ഇപ്പോഴൊക്കെ ഒരു വട്ടം അനുഭവിച്ചതാ. ആ, ഒരിടത്ത് ഇരിപ്പാവണതിന് മുമ്പ് ഈ കടമ്പ കൂടി കടത്തണം. ഗിരിജ മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം. അത് പിന്നെ പറയണോ മാഷേ? ഞാൻ നോക്കാം. ചോദിക്കുന്നവർക്ക് ഇത്രയൊന്നൊന്നുമില്ല. എവിടെ കൊണ്ടടുപ്പിക്കാന്ന് നമുക്കൊരു ധാരണ വേണമല്ലോ. കൂട്ടിയും കിഴിച്ചും മനസ്സിലൊരു അനുമാന കണക്ക് കണ്ടുവെക്കണം. സുധേച്ചി വന്നിരുന്നു. ആ, ഒറ്റയ്ക്കാ? രാമൻകുട്ടി ഉണ്ടായില്ലേ? ഹർജിയുമായി പറഞ്ഞയച്ചതാ. നേരിട്ട് ഹാജരാകല് അടുത്ത പടി. എന്താണാവോ അടിയന്തര ആവശ്യം? വീടിനടുത്തൊരു കട തക്കത്തിന് കിട്ടിയെന്ന്. അതെന്തിനാ ഇപ്പോ? ഒരു സ്റ്റേഷനറി കട തുടങ്ങാനാണത്രേ. തെറ്റില്ലാത്തൊരു ജോലി ഉണ്ടല്ലോ. എന്താ അത് വേണ്ടെന്നായോ? ഏയ്, അതിനു പുറമെ ഏട്ടന് പകൽ ഷിഫ്റ്റ് ഉള്ളപ്പോ സുധേച്ചി അത്രേ കടയിലിരിക്കുക. അധിക വരുമാനം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നടന്നാ നല്ലതുമാണ്. അതിന് അച്ഛനെന്ത് ചെയ്യണമെന്നാണ്? ഒരു ചിട്ടി വിളിച്ചിട്ടുണ്ട്. തികയാതെ വരുന്ന കുറച്ച് പണം കൊടുത്ത് സഹായിക്കണമെന്ന്. സഹായിക്കാൻ പറ്റിയ പരുവത്തിലാണ് അച്ഛൻ. ആ, എത്രയാണാവോ? ഏറെ വേണ്ട, 1.5 ലക്ഷം. അത്രേ ഉള്ളൂ? കല്യാണത്തിന് കണക്ക് പറഞ്ഞ് ഇനം തിരിച്ചു വാങ്ങിച്ചു. അതിന് വിറ്റതാ കണ്ണായ 23 സെന്റ് സ്ഥലം. 2 കുട്ടികളായി. ഓരോ പേര് കഴിഞ്ഞ് പോകുമ്പോഴും ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ലല്ലോ. അതിനെടുത്ത ലോൺ തീരാൻ ഇനിയുണ്ട് ബാക്കി. അവനവൻ ചിന്ത മാത്രം. ഞാൻ, എനിക്ക്, രാമൻകുട്ടിയേട്ടന്, എന്റെ കുട്ടികൾക്ക്. അനിയത്തി നീ ഒരെണ്ണം പ്രായമായി നിൽക്കുന്നത് അവളുടെ കണ്ണിൽ പെടില്ല. നിന്നെ ഒരിടത്തേക്ക് അയക്കേണ്ടതാണെന്ന ചിന്തയും ഉണ്ടാവില്ല. ആകെയുള്ളത് ഈ വീടും ഇതിരിക്കണ ഇത്തിരി മണ്ണും. അച്ഛനോടല്ലാണ്ട് പിന്നെ ആരോട് ചോദിക്കാനാ?
എന്നിട്ട് അവളെന്താ എന്നെ കാണാൻ നിൽക്കാണ്ട് തിരക്കിട്ട് മടങ്ങിയത്? വൈകിയാലോന്ന് കരുതിയിട്ടാവും. സന്ധ്യയ്ക്ക് മുമ്പ് ചെന്നിട്ട് വേണം ഏട്ടന് സൂപ്പ് കാലമാക്കാൻ. ഉം? സൂപ്പിന് സൂപ്പ്, കഷായത്തിന് കഷായം. മുടക്കണ്ട. അച്ഛന് പാൽച്ചായ തരണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ നീയേ. എത്ര അരിഷ്ടിച്ചിട്ടാ കാര്യങ്ങൾ ഇവിടെ നീക്കണമെന്ന് നമുക്കേ അറിയൂ. നന്നായി എന്നെ കാണാൻ നിൽക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ വല്ലതും കടുപ്പിച്ച് പറഞ്ഞേനെ. പിഷാരടി മാഷയെ കുറിച്ച് എനിക്കറിഞ്ഞൂടെ? ഇന്നാട്ടിൽ ആർക്കാ അദ്ദേഹത്തെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം? തങ്കപ്പെട്ട മനുഷ്യൻ, പെൺകുട്ടിയും കണ്ടിട്ടുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ ഇതിലല്ലേ വരവും പോക്കുന്നു. സുന്ദരി, നല്ല അടക്കോ ഒതുക്കമുള്ള കുട്ടി. പക്ഷെ ഗിരിജെ, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഇത് മാത്രം നോക്കിയാ പോരല്ലോ. ഭാസിപ്പിള്ളച്ചേട്ടൻ പറയേ. ഗോപിയുടെ അമ്മ മാലതി എൻ്റെ കൂടെ പറഞ്ഞോളാം. അളിയൻ മരിക്കുമ്പോ ഗോപിക്ക് 6 വയസ്സ്. അവനെ വളർത്തി ഇത്രയൊക്കെ പഠിപ്പിച്ചു. ഒക്കെ അവളൊരുത്തിയിടം എടുക്ക. ഓലക്കുടിലിരുന്ന് തിന്ന് ഭേദപ്പെട്ടൊരു വീടായി. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ കാണുന്നതൊക്കെ. പുലർച്ചക്കിറങ്ങിയ ഇരുട്ടുമ്പോഴേ ഉള്ളൂ മടക്കം. നാട്ടിൽ ആർക്ക് ഭൂമി വാങ്ങണമെങ്കിലും അവളെ കഴിഞ്ഞേ ഉള്ളൂ. നമ്മള് വിഷയത്തിലേക്ക് വന്നില്ല. അതിലേക്ക് തന്നെയാ വരണത്. ഒരിടപാട് നടക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ അനുസരിച്ചാ ബ്രോക്കറുടെ ഗ്രേഡ്. അതുകൊണ്ട് തന്നെ പണത്തിന്റെ കാര്യത്തിൽ അവള് കർക്കശക്കാരിയാ. ഞാൻ പിന്നതേ അളവ് തൂക്കം വെച്ചിട്ടാ അന്നം തേടുന്നത്. കണക്കിന്റെ കാര്യത്തിൽ ഞങ്ങള് കുടുംബത്തോട് അച്ചട്ട. ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും കഴിഞ്ഞ സിന്ധുവിന് ജോലി കിട്ടും. ഓ, അതപ്പോഴല്ലേ. ഇപ്പോഴത്തെ ഈ ആലോചന നടക്കുമ്പോഴുള്ള സ്ഥിതി വെച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. ഗോപിക്ക് എവിടാ ജോലി എന്ന് പറഞ്ഞേ? ഒരു ചിട്ടി കമ്പനിയിലാ തൽക്കാലം. ദോഹയിലൊരു പണി പറഞ്ഞൊത്തു വന്നിട്ടുണ്ട്. അതപ്പോഴല്ലേ. ഇപ്പോഴത്തെ ഈ ആലോചന നടക്കുമ്പോഴത്തെ സ്ഥിതി വെച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. ഒരിടപാടെന്നൊക്കെ പറയുമ്പോ ഇടപാടെന്ന് ഊന്നി പറയാൻ ഇതെന്താ ഭാസിപ്പിള്ള ചേട്ടാ, കച്ചവടം വല്ലതുമാണോ? ആണല്ലോ. ഒരു കൈമാറ്റം ഇതിലുണ്ടേ. അതിപ്പോ പെൺകുട്ടിയായാലും വസ്തു ആയാലും ആടുമാടായാലും ഇടപാടാണോ? അതിൽ പണത്തിന്റെ കണക്കുണ്ടേ? ഇല്ലാത്തടത്തിട്ട് പിഴിയാൻ പറ്റില്ല. മാഷിന്റെ സ്ഥിതി ഓർക്കണം. അതാദ്യമേ പറഞ്ഞേക്കാം. അതും കൂടി മനസ്സിൽ വെച്ചോണ്ട് ഞാൻ എന്റെ നിലയ്ക്കൊരു കണക്കങ്ങ് പറയാം. ഇത് അവള് മാലതി അറിഞ്ഞിട്ടല്ല. ഇനി ഇത് അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കണം. അതെങ്ങനെയും ചെയ്യാന്നുള്ള വിശ്വാസം പറയുകയാണേ. പറയ ദോഹയിലേക്കുള്ള വിസയ്ക്ക് ഒരു 75,000 റുപ്പീസ് എങ്കിലും കൊടുക്കണം. അത്രയും റെഡി ക്യാഷ് ആയിട്ട് കിട്ടണം. ഒരു കല്യാണത്തിനടുപ്പിച്ചുള്ള പട്ടും ചെവിളുത്തരവും അത് പിന്നെ അങ്ങ് അറിഞ്ഞ് ചെയ്താൽ മതി. അതിനൊരു കണക്ക് വിശേഷ പറയുന്നില്ല. പക്ഷെ സ്വർണം അതെത്രയാന്നൊരു ധാരണ മുൻകൂർ ഉണ്ടായിരിക്കണം. ഒരു 75 പവനി കുറഞ്ഞ അണിയുമ്പോ അറിയത്തില്ല. 75,000 ഉറുപ്പികയും 75 പവനും. കല്യാണ ചെലവും ജൗളിത്തരവും വേറെ. പുറംവരായികയില്ലാത്ത ഒരു പ്രൈമറി സ്കൂൾ മാഷ് കൂട്ടിയാ ഇത്രയും കൂടില്ല ഗിരിജയെ. എന്റെ മാഷേ, എന്റെ നാക്കാ വല്ലാത്ത നാക്കെന്നാ ഞാൻ കരുതിയിരുന്നേ. അയാളുടെ മുമ്പില് ഞാൻ വേറും പാവം. ഗോപി ദോഹയിൽ പോയാ അതിന്റെ ഗുണം അവൾക്കും കൂടെ അല്ലേന്നാ ചോദ്യം. നേരാണ്. പക്ഷെ ഞാൻ വിട്ടില്ല. ഡിഗ്രിയും ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും കഴിഞ്ഞ ഒരുത്തിയാണ് ഭാര്യയെങ്കിൽ അവിടെ ചെന്ന് ഒരു ജോലി കിട്ടിയ അതിന്റെ ഗുണം അവനും കൂടെ അല്ലേ? എന്റെ കുട്ടിക്ക് ഇതല്ല, ഇതിൽ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ദിവസക്കൂലിക്കാര് വരെ ഇതില് കൂടുതൽ കിട്ടുമോ നോക്കുന്നതാ കാലം. അയാളാണെങ്കി അണുവിടെ താഴേക്ക് വരുന്നില്ല. എന്നാലും ഞാൻ അയ്യോ പൊന്നേന്ന് പറഞ്ഞ് ഒന്നൂടെ പിടിക്കട്ടെ. എത്രയോ അത്ര. ബാക്കിയെല്ലാം കൊണ്ടും ഈ ആലോചന തെറ്റില്ല മാഷെ. കൈവിടല്ലേ. എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഞാനിവിടെ ആൽത്തറയില്, അയാളവിടെ കടയില്. നടുക്ക് കിടന്ന് എന്തിനായി ഓട്ടം? ഞാനും കൂടെ വരാം. വേണ്ട. മാഷിയുടെ മുമ്പിൽ വെച്ച്
അയാളുടെ കാല് പിടിച്ച് താഴാൻ എനിക്കൊരു പരിധി വരും. ഈ ഓട്ടം ഒരു ബുദ്ധിമുട്ടല്ല, ശീലമായി പോയില്ലേ. സിന്ധു എനിക്കെന്റെ സ്വന്തം കുട്ടിയെ പോലെയാ. മാഷാണെങ്കി എന്റെ മേലുദ്യോഗസ്ഥ മാത്രമല്ല, ഒരു കാരണവര് കൂടിയാ. അതുകൊണ്ട് ഇത് നടക്കണമെന്ന് എനിക്കൊരാഗ്രഹം. എന്റെ ഭാഗത്തു നിന്നുള്ള കമ്മീഷൻ ഞാൻ അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാം. തുക 75 തരും. ബാക്കി അല്ല, സ്വർണ്ണം ഒരു 30 നിർത്തണം. ഞങ്ങളുടെ അയൽപക്കത്തെ ചെല്ലപ്പന് ബാങ്കിൽ പാർട്ട് ടൈം തൂപ്പ. അവന്റെ പെണ്ണ് കൊണ്ടുവന്നു 50. ഇപ്പോഴത്തേക്ക് ഇതൊന്ന് സമ്മതിക്കേ. റിട്ടയർ ചെയ്യുമ്പോ മാഷിക്കൊരു തുക കിട്ടും. ഏനം പോലെ എന്തെങ്കിലും ചെയ്യാതിരിക്കുവോ? ഇപ്പോഴത്തെ കണക്കിന് 75 ഒരു 60 ആക്കാം. കുറച്ചുകൂടെ താഴോട്ട് വരണം. 50 നിർത്ത്. ഇത് തന്നെ എവിടുന്ന് എടുത്തിട്ടെന്ന് ഭഗവാനെ അറിയൂ. ഇതിന്റെ മീതെ ഉണ്ടാവൂല. ഞാനൊരു ധർമ്മസങ്കടത്തിലായല്ലോ. ഗിരിജയുടെ മുഖത്തു നോക്കി എങ്ങനെ മറുത്തു പറയും? കേൾക്കുമ്പോ അവള് മാലതി ചന്ദ്രകാസം എടുക്കും. അമ്മാവനല്ലേ, അച്ഛനില്ലാത്തപ്പോ അമ്മാവന് അധികാരമുണ്ട്. വെട്ടിമുറിച്ച് ഭാസിപ്പിള്ള ചേട്ടൻ വാക്ക് കൊടുത്തെന്ന് അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ പറയാല്ലേ? ആ നീ പറയേ. താമസിക്കുന്ന വീട് ഞാൻ വെച്ചതാ, എന്റെ പേരിലുമാ. എന്റെ കാലശേഷമേ അത് ഗോപിക്ക് കിട്ടൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മാഷക്ക് ഒരു ധാരണ ഉണ്ടാവണല്ലോ. കല്യാണം തൃപ്രയാറാകാം. സന്തോഷമേ ഉള്ളൂ. ചിങ്ങം കഴിയണ്ട. അയ്യോ, അതിപ്പോ 1 മാസമേ ഉള്ളൂ. ചിങ്ങം കഴിഞ്ഞാ പിന്നെ തുലാത്തിനെ പറ്റൂ. അതിനിടയില് അവന് വിസ വന്നാലോ? ചിങ്ങത്തിൽ തന്നെ വേണം. തീയതിക്ക് 10 ദിവസം മുമ്പ് തുക 75 അവിടെ കിട്ടണം. അത് രണ്ടും വിരോധമില്ല. ഒരുപടി 50 എന്നുള്ളത് മറക്കണ്ട. ആ, വിരുന്നിന് ഞങ്ങളുടെ അവിടുന്ന് 75-നും 100-നും ഇടയ്ക്ക് ആളുകളുണ്ടാവും. അമ്പലത്തിനടുത്തൊരു കല്യാണ മണ്ഡപത്തില് എല്ലാം ഏർപ്പാടാക്കാൻ ഞങ്ങള്. അതാവുമ്പോ മെനക്കേടും കുറഞ്ഞു. അപ്പോ എല്ലാം ആയില്ലേ? മാഷക്ക് 100 കൂട്ടം തിരക്കുണ്ടാവും. നമുക്കെന്നാല് അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു. പെണ്ണും ചെറുക്കനും തമ്മിൽ കാണണ്ടേ? എന്താ മാലതിയമ്മേ, ഗോപി വന്ന് സിന്ധുവിനെ ഒന്ന് കാണണ്ടേ? അടുത്ത ഞായറാഴ്ച ആയാലോ ഏട്ടാ? ഇവിടെ എങ്ങനെയാണാവോ സൗകര്യം? സന്തോഷം. എങ്കിലങ്ങനെ ആവട്ടെ. ശരി. ഇതാ എന്റെ മോള് സിന്ധു. ഞങ്ങൾ മുമ്പേ പരിചയക്കാരാ അല്ലേ മോളെ? അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തേക്ക്. ഒരു പെണ്ണ് കാണലെന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടൊക്കെ ഒന്ന് അണിഞ്ഞൊരുങ്ങാം. അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ മാലതിയമ്മേ. മോക്കാണെങ്കി അതിലങ്ങ് ഒരു കമ്പവും ഇല്ല. വീട്ടിൽ സാധാരണ നിൽക്കുമ്പോഴത്തെ മട്ടിൽ മതിയെന്ന് ഞാനാ പറഞ്ഞേ. ഗോപി സിന്ധുവിനെ ആദ്യമായിട്ട് കാണുകയല്ലേന്ന് ഓർത്ത് പറഞ്ഞേ ഉള്ളൂ. അണിഞ്ഞൊരുങ്ങാതെയും സിന്ധു സുന്ദരിയാണല്ലോ, പിന്നെന്താ? മോളെ ഇഷ്ടായിന്ന് ഗോപി തന്നെ പറഞ്ഞു. അവര് സന്തോഷത്തോടെയാ പോയത്. ആട്ടെ, നിനക്കോ മോളെ ഗോപിയെ ബോധിച്ചോ? അച്ഛനെ ബോധിച്ചെങ്കിൽ എനിക്കും. ഇവളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടാവും പോയിരിക്കണേ. ഇനിയിപ്പോ വേണോന്ന് പറഞ്ഞത് മുഴുവൻ കൊടുക്കാനുണ്ടാവില്ല എന്ന് വാക്ക് മാറ്റിയാലും ഗോപി ഇവളെ തന്നെ മതിയെന്നേ പറയും. അല്ല, കുറച്ചെങ്കി കുറച്ച്. അത്രയും കുറഞ്ഞു കിട്ടിയ അച്ഛൻ അത്രയ്ക്ക് ആശ്വാസമാവുമല്ലോ. ഈ കരുതല് നിന്റെ കാര്യം വന്നപ്പോ നിനക്ക് കണ്ടില്ലല്ലോ സുധേ. പോരാ പോരാന്നായിരുന്നല്ലോ. ഇളയ മോളോട് അച്ഛൻ അല്ലെങ്കിലും രാമൻകുട്ടിയേട്ടന് ഒരു കട തുടങ്ങാനായി ഇത്തിരി പണം കടം ചോദിച്ചപ്പോ കൈമലർത്തി. ധൃതി പിടിച്ച് ഇവളുടെ കല്യാണം നടത്താൻ അച്ഛനൊരു കുഴപ്പമില്ലല്ലോ.
ഒരു കൊല്ലം കൂടി കഴിഞ്ഞാ ഇവക്കെന്താ വയസ്സ് തെറ്റോ? വൈകണതിന് മുമ്പ് നീ പോകാൻ നോക്ക് സുധേ. തർക്കത്തിൽ നിന്നാൽ സത്യങ്ങൾ പലതും പറയേണ്ടി വരും. കേൾക്കുന്നവർക്കും പറയുന്നവർക്കും അത് ബുദ്ധിമുട്ടാകും. വേണ്ട, അച്ഛാ, അവള് പോട്ടെ സിന്ധു. ചെന്നിട്ട് വേണ്ടേ രാമൻകുട്ടിക്ക് സൂപ്പ് കാലാക്കാൻ. എന്റെ ഭാഗം കേൾക്കാനും ന്യായം കാണാനും ആരും ഇല്ലാണ്ടായി ഗിരിജേച്ചി. ന്യായം ഉണ്ടെങ്കിലല്ലേ സുധേ കാണാനും ഒക്കൂ. വേഗം അങ്ങോട്ട് വിഴുങ്ങി തീർക്കടി, എന്നിട്ട് വേണം പോവാൻ. പിന്നടി നാ. അച്ഛാ, എവിടെ നിന്ന് എടുത്തിട്ടാ അച്ഛാ? പൈസ എത്ര ഉണ്ടായാലാ? പൈസയുടെ കുറവുകൊണ്ട് അച്ഛൻ മനസ്സിൽ കരുതിയതൊന്നും ഇതുവരെ നടക്കാതെ പോയിട്ടില്ല. നടത്തി തന്നിട്ടുണ്ട് കൃപാനിധി. ഇതും നടക്കും. എന്നാലും ഇപ്പൊ ഇത്ര തിടുക്കം പിടിക്കണമായിരുന്നു? എപ്പോഴായാലും ഞാൻ ഓടേണ്ട അടുത്ത് ഞാൻ തന്നെ ഓടിയേ പറ്റൂ. ഇപ്പോഴാവുമ്പോ അതിനുള്ള ആവതുണ്ട്. ശുഭസ്യ ശീഘ്രം. അപ്പോ ഷാരടിക്ക് എന്നെ പറഞ്ഞുവിടാൻ തിടുക്കമായി. അതേടി കാന്താരി. ഞാൻ കൂടി പോയാല് അച്ഛൻ ഒറ്റയ്ക്കാവില്ലേ? എന്റെ ശാരദ പോയപ്പോ തൊട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ കുട്ടിയെ. പിന്നെ കലവില കൂട്ടാനും കുസൃതിയും കൊള്ളിയും പറഞ്ഞ് മനസ്സിലെ കിരികിരിപ്പ് കളയാനും നീയൊരു കൂട്ടുള്ളതേ ഇല്ലാണ്ടാവുന്നുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാണ്ടാവും ഉറപ്പുള്ളതല്ലേ. അച്ഛാ, പോയി ഉറങ്ങാൻ നോക്ക്. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഗോപി അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. മാഷേ വേണ്ട. പോയി കിടന്നു ഉറങ്ങി. നമസ്കാരം. നമസ്കാരം. മാഷ്ക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മാഷിന്റെ ഒരു പഴയ സ്റ്റുഡന്റാ. പെട്ടെന്നങ്ങോട്ട് കൊല്ലം 25 കഴിഞ്ഞു. ഓർക്കാൻ ഒരു കുറുക്കുവഴി ഞാൻ പറഞ്ഞുതരാം. വെണ്ടർ ചെറിയാനും മറന്നു കാണില്ല. ഇല്ല. ഇനി എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലാണ് മാഷേ. ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പൊ ഇവിടെ എത്തി. മാനേജറായിട്ട് പ്രമോഷനോടെയാ പോസ്റ്റിംഗ്. അതൊരു പിടിവള്ളിയായല്ലോ. അറ്റകൈക്ക് ലോൺ ചോദിച്ചു വരാനൊരിടമായി. മാഷിക്ക് തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ? മക്കളൊക്കെ? ഒരാളേ ഉള്ളൂ, മോൻ. അവന്റെ ഒരു കാര്യത്തിനാ ഞാൻ വന്നത്. മാഷ് എന്നെ ഒന്ന് സഹായിക്കണം. എന്താ ജോസൂട്ടി? അവന് മാഷിന്റെ സ്കൂളിൽ ഒരു അഡ്മിഷൻ വേണം, 3ാം ക്ലാസ്സിലേക്ക്. ഞങ്ങളുടെ സ്കൂളിൽ ബാങ്ക് മാനേജർമാരൊന്നും മക്കളെ അങ്ങോട്ട് അയക്കാറില്ല. വലിയ വലിയ സ്കൂളുകളിലും ബോർഡിങ്ങിലും ഒക്കെയാണ് പതിവ്. ഇവിടെ ആണെങ്കിൽ മലയാളം മീഡിയം മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് പഠിച്ചു വന്നതല്ലേ ഞാനും. ആ വഴി തന്നെ വന്നാ മതി ചെറിയാൻ കുഞ്ഞ്. സിറ്റി ബ്രാഞ്ചിലായിരുന്നപ്പോ കൂടി ഞാൻ അവനെ മലയാളം മീഡിയത്തിലാണ് പഠിപ്പിച്ചത്. ആദ്യം അവിടെ ചുവടന്നുറക്കട്ടെ. ജോസൂട്ടി, നമുക്ക് അകത്തോട്ടിരിക്കാം. മോളെ സിന്ധു, 2 ചായ എടുത്തേ. ശരി അച്ഛാ. നിനക്ക് ഓർമ്മയുണ്ടോ ജോസൂട്ടി, തൃശ്ശൂരിലെ ഹൈസ്കൂളിൽ ചെന്നപ്പോഴത്തെ നിന്റെ ഇംഗ്ലീഷിന്റെ അവസ്ഥ കണ്ട് വെണ്ടർ നിന്നെയും കൂട്ടി എന്റെ അടുത്ത് വന്നത്? എങ്ങനെ വരാണ്ടിരിക്കും? ക്വാർട്ടറിലേക്ക് 100ൽ 11 മാർക്ക്. ശനിയും ഞായറും 2 മണിക്കൂർ വീതം ഇവിടെ മാഷിന്റെ ട്യൂഷൻ. കൊല്ലപരീക്ഷ വന്നപ്പോ മാർക്ക് 100ൽ 93. അന്ന് നിന്റെ അമ്മ റാഹേല് ഒരു കേക്ക് തന്നയച്ചു നിന്റെ കയ്യില്. ശാരദയും പിള്ളേരും ആദ്യമായിട്ട് കേക്കിന്റെ രുചി അറിയുന്നത് അന്നാണ്. അപ്പോ ചെറിയ കുഞ്ഞിന്റെ കാര്യം? അവൻ ഇപ്പോഴേ എന്റെ സ്റ്റുഡന്റ് ആയി കഴിഞ്ഞു. പോരെ? മതി. ഇതാ, ഇത് പെട്ടെന്ന് എഴുതി വെക്ക്. ശരി സാർ. ഇത് ഇപ്പൊ തന്നെ വേണം. മാഷിതെന്താ ഇവിടെ? തിരക്കൊഴിഞ്ഞിട്ടൊന്ന് കാണാൻ. മാഷ് വന്നേ.
അതെ ഞാൻ പ്രൊപ്പോസൽ ഒന്ന് പ്രോസസ് ചെയ്യട്ടെ. ആ. ഒരു 4 മണി കഴിഞ്ഞ് വന്നാൽ മതി. ശരി, സർ. ആ, ആയിക്കോട്ടെ. മാഷ് വരും, ഇരിക്കും. എന്താ മാഷേ? മകനൊരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് ജോസൂട്ടി എൻ്റെ അടുത്ത് വന്നു. ഉടനെ ഒരാവശ്യവുമായിട്ട് ഞാൻ വരികയാണെന്ന് കരുതരുത്. മാഷക്ക് എന്താ വേണ്ടത് അതാദ്യം പറയും. രണ്ടാമത്തെ മകൾ സിന്ധുവിൻ്റെ കല്യാണമാണ് ചിങ്ങത്തിൽ. കാര്യങ്ങളൊക്കെ പരിങ്ങലിലാണ്. കണ്ടപ്പോൾ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അറ്റ കൈക്ക് ഒരു ലോൺ തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇത് വീടിൻ്റെയും വീടിരിക്കുന്ന 12.5 സെൻറ്റിൻ്റെയും ആധാരമാണ്. കുടികിടപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇത് ഈടായിട്ട് എടുത്തിട്ട് മതി. അതിനെന്താ മാഷേ, കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ജാമ്യം കൂടിയായ എളുപ്പമായി. അതിന് പ്രയാസം ഉണ്ടാവില്ല. രണ്ടാളുടെയും സാലറി സർട്ടിഫിക്കറ്റ് വേണം. എത്ര കിട്ടും? മാഷക്ക് എത്രയാണ് വേണ്ടത്? ഒരു 2 ലക്ഷം രൂപ വരെ എനിക്ക് സാങ്ഷൻ ചെയ്യാം. അത് മതി. ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം. മാഷ് ഇങ്ങോട്ട് ഇതിനായിട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ സ്കൂളിൽ ഒന്ന് ഒപ്പിടിച്ചോളാം. നന്ദി പറയാനും പാടില്ലല്ലോ. ഒരു കേക്ക് തീരുന്നല്ലോ മാഷോടുള്ള കടം. ദൈവം അതിനൊരു അവസരം തന്നൂന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. രാമൻകുട്ടിയേട്ട മുഖത്തൊക്കെ ചോദിച്ചപ്പോ ഞാൻ അങ്ങ് അയ്യടാന്നായി. തറവാട്ടിലെ നിനക്ക് കൂടി ഷെയർ ഉള്ളതല്ലേ, അത് ഈട് വെച്ചിട്ട് പണം വാങ്ങുമ്പോ അച്ഛൻ എന്താടി ഒരു വാക്കുപോലും ചോദിക്കാത്തതെന്ന്. അയ്യോടി മോളെ, ഈ രാമൻകുട്ടി എന്താ നേരിട്ട് വന്ന് ചോദിക്കാണ്ട് എപ്പോഴും നിന്റെ അടുത്ത് പറഞ്ഞ് നിന്നെ നടുക്കിട്ട് ഇങ്ങനെ ഓടിക്കണേ? മുമ്പിൽ വരുമ്പോ അവന് നാവ് പൊന്തില്ല, മനസാക്ഷി നാവ് വരിഞ്ഞു കെട്ടും. എന്ന് പറഞ്ഞേരെ, നിങ്ങളുടെ കല്യാണം നടത്താൻ അവകാശം പറഞ്ഞു വന്നാലേ സിന്ധുവിനും കൂടി അർഹതയുള്ള 23 സെന്റ് സ്ഥലം ഈട് വെക്കുകയല്ല വിൽക്കുക ചെയ്തെന്ന്. അങ്ങനെ വിൽക്കുമ്പോ ഒരു വാക്ക് ഇവളോട് ചോദിച്ചിട്ടുമില്ലെന്ന്. അച്ഛൻ എല്ലാറ്റിനും ഉണ്ട് ഒരു ന്യായം. ന്യായം വിട്ട് നടക്കാത്തവർക്ക് എപ്പോഴും ഉണ്ടാവൂടിയത്. നിന്നെ അവനെയും പോലെ നാവ് ഇറങ്ങി പോവില്ല. അച്ഛാ, പറഞ്ഞതല്ല, പറയിപ്പിക്കണതാ. എന്നാ കേട്ടോ, മരിച്ചുപോയ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാറ്റിലും കൂടിച്ചേർന്ന് ഈ കല്യാണത്തിൽ സഹകരിച്ചോ? മര്യാദയ്ക്ക് നീ നിന്റെ നായരും. പെൻഷൻ ആവുമ്പോ കിട്ടണതെടുത്ത് ഞാൻ ഈ കടം വീട്ടും. എന്നിട്ട് അന്ന് കിട്ടുന്ന വിലക്ക് വിറ്റ് 2 ഭാഗിച്ചു തരും തുല്യായിട്ട്. അപ്പോ അച്ഛനോ? ശിഷ്ടകാലമല്ലേ, ഗുരുവായൂര് ചെന്ന് ഭജന വിരിക്കും. കൂട്ടത്തില് ഇത്തിരി ട്യൂഷനും കൂടി ആയാ പിന്നെ ഈ എച്ചിക്കണക്ക് കേക്കണ്ടല്ലോ. ഞാൻ പറയാ 3 ഭാഗം വെച്ചാ മതീന്ന. ഓരോഹരി സിന്ധു എടുത്തോട്ടെ, ബാക്കി 2 എനിക്ക് തന്നാ ഞാൻ നോക്കിക്കോളാം അച്ഛനെ. ഓ, എന്തൊരു അലിവ്, എന്തൊരു സ്നേഹം. അങ്ങനെ രാമൻകുട്ടിയുടെ അവിടെ കാവൽ നായയായിട്ട് ആട്ടും തുപ്പും കൊണ്ട് കിടക്കാൻ എനിക്ക് ഭാവമില്ല. നിനക്ക് പണമല്ലേ പ്രധാനം, എടുത്തോ, നേരെ പാതി എടുത്തോ, എനിക്കൊന്നും വേണ്ട. പക്ഷെ ഇന്നല്ല, അന്ന്. അതിനിടയിൽ കല്യാണത്തിനെങ്ങാനും ഇടം തിരിഞ്ഞ് നിന്നാൽ നിനക്ക് വെച്ച പാതി ഞാൻ വല്ല അനാഥാലയത്തിനും കൊടുക്കും. ഞാനൊന്നും പറയണില്ലേ? അത് തന്നെയാ നല്ലത്. അല്ലച്ചാ, ലോൺ എടുക്കുമ്പോ കുറച്ച് കൂടുതൽ എടുത്താ ഞങ്ങളുടെ കടയുടെ കാര്യം കൂടി നടക്കൂലോ. പെൻഷൻ ആവുമ്പോഴേക്കും വീട്ടിൽ മതിയല്ലോ. എവളും നിന്റെ വയറ്റിൽ തന്നെ കുരുത്തല്ലോ എന്റെ ശാരദേ. സിന്ധു, നീ അവളെ അപ്പുറത്തേക്കാനും വിളിച്ചോണ്ട് പോ, അല്ലെങ്കിൽ ഞാൻ വല്ല പറഞ്ഞാ കൂടി പോവും. ഗുരുവായൂര് ഭജനയും ശിഷ്ടകാല താമസവും ഷാരുടെ മാഷ് മറന്നേക്ക്. കാലശേഷം മതി പങ്കുവെക്കലും ഭാഗം പിരിയലും. ഉത്തരവ്. ഇത് കൊള്ളാല്ലേ അച്ഛാ, ഇത്ര വില കൂടിയതൊന്നും വേണ്ട എനിക്ക്. ഇതൊന്നും നിനക്കല്ല, എനിക്കാ. രാമൻകുട്ടിയേട്ടന് വലിയ ഇഷ്ടമായി കളറൊക്കെ. നന്നായിട്ടില്ലേ അച്ഛൻ? ദാ ഇതും കൂടി പാക്ക് ചെയ്തോളൂ. ആ, നിനക്ക് വേണ്ടത് നീ സെലക്ട് ചെയ്. ഞാൻ ദേ അങ്ങോട്ട് നിൽക്കാം. രാമൻകുട്ടിയേട്ടനും മക്കൾക്കും ഒക്കെ എന്തെങ്കിലും എടുക്കണ്ടേ അച്ഛാ? നല്ല കോസ്റ്റ്ലി സെലക്ഷൻ ഒക്കെ അവിടെ ഉണ്ടല്ലോ. അവിടെ ഉണ്ട്. ആ, മോളെ,
ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ബില്ല് വന്നപ്പോ സുധയ്ക്കും രാമൻകുട്ടിക്കും പിള്ളേർക്കും കൂടി വാങ്ങിയത് മാത്രം 11,650. കല്യാണ പെണ്ണിന് വാങ്ങിയത് മൊത്തം 15-ൽ താഴെ. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഇനി സ്വർണം വാങ്ങുന്നത് ഇവളില്ലാണ്ടത്. നന്നായി. അല്ലെങ്കിൽ കയ്യിലുള്ള പഴയതെങ്കിലും മാറ്റി പുതിയത് വാങ്ങാണ്ട് സുധ കടവിട്ട് ഇറങ്ങൂല മാഷെ. 6 വളയും 2 മാലയും ഉണ്ടായിരുന്നത് കഴിഞ്ഞ് ബാക്കി 50 തികഞ്ഞപ്പോഴേക്കും 1.5 വെടി തീർന്നു. ജൗളിത്തരങ്ങൾ ഒരു 25, വീട് ഒന്ന് ഓടിച്ചിട്ട് മിനുക്കാൻ ഒരു 15, കല്യാണ ചെലവ്, യാത്ര, സദ്യ, പിന്നെയും കിടക്കുകയാണ് ഇനങ്ങള് 75 റുപ്യായിട്ട് വേറെ. LICന്ന് ഒരു 25 ലോൺ എടുത്തു. ഇനിയും വേണം ഒരു 50 കൂടെ. അതെവിടുന്നാന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരു രൂപവും ഇല്ല ഭഗവാനെ. വഴിയുണ്ടാകും മാഷെ. ബാങ്ക് ലോൺ തന്നെ പ്രതീക്ഷിക്കാണ്ട് ഭഗവാൻ കാണിച്ചു തന്നല്ലേ. എന്നാലും ഉള്ളിൽ തീയാണ്. ആ ഭാസിപ്പിള്ളച്ചേട്ടനാണെങ്കി കാണുമ്പോ റുപ്പീസിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനേ നേരെ ഉള്ളൂ. 50 കൂടി കരക്കെടുക്കാൻ വൈകിയാലോ എന്നാ എന്റെ പേടി. സദ്യയുടെയും കല്യാണ ചെലവിന്റെയും കാര്യത്തിന് കല്യാണ പിറ്റേന്ന് വരെ സാവകാശമുണ്ട്. വല്ലതും കുറവ് വന്നാ കൂടി സമ്മാനങ്ങൾ കിട്ടുന്നതുകൂടെ ചേർത്ത് തട്ടിമുട്ടി പോകും. കയ്യിലുള്ളതൊരു 50 തികച്ച് ഇപ്പോഴേ കൊണ്ടു കൊടുത്താലോ മാഷേ. എന്നിട്ട് ബാക്കി 25 കല്യാണത്തിന്റെ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കൊടുക്കാം. സമ്മതിച്ചാൽ അതൊരു ആശ്വാസമായിരുന്നു. അത്രയും കൂടി സാവകാശമാവുമല്ലോ. 50 പറഞ്ഞതിന് മുൻപ് അങ്ങോട്ടിട്ടല്ലേ 25 ഇത്തിരി ഇങ്ങോട്ട് വലിക്കുന്നത്. പലിശ കണക്കാക്കി നോക്കുമ്പോ ലാഭമായതുകൊണ്ട് സമ്മതിക്കുമെന്നാ എനിക്ക്. വസ്തു ഇടപാടിലും രജിസ്ട്രേഷന് തൊട്ട് മുമ്പല്ലേ അഡ്വാൻസ് കടിച്ചുള്ള പണം തീർത്തു കൊടുക്കൂ. ആ ശീലമുള്ളതുകൊണ്ട് മാരുതിയെ കൊണ്ട് സമ്മതിപ്പിക്കാം. പക്ഷേ പണം തന്നിട്ടേ തീറാധാരം ഒപ്പിടൂ. ബാക്കി 25 കൂടെ കിട്ടിയാലേ ഗോപി മണ്ഡപത്തിക്ക്. എന്റെ വാക്ക് വിശ്വസിക്കാം. ഉവ്വ്, അതിലിനി മാറ്റം വരരുതെന്നാ പറഞ്ഞതിന്റെ ചുരുക്കം. മാഷേ, ആരാ? പഴയ സൈനുദ്ദീനാണ് മാഷേ. ആൻഡമാൻസിലുണ്ടായിരുന്ന അതിരുമാന്റെ മകൻ. സൈനു, നിന്റെ നിറമൊക്കെ എവിടെ പോയടാ? ഗൾഫിലാ മാഷേ, ഷാർജയില്. അതും ഫീൽഡില്. മരുഭൂമിയിലെ വെയിലല്ലേ. വാപ്പാ തൃശ്ശൂരിലുണ്ട്. സ്വസ്ഥം റിട്ടയർഡ് ലൈഫ്. പഴയ വീട് പൊളിച്ച് ഞാനൊരു പുതിയ വീട് വെച്ചു. ബാപ്പ അവിടെയാ. ലീവിന് വന്നതാവും. അതെ മാഷെ, 4 പെങ്ങന്മാരായിരുന്നല്ലോ താഴെ. ഓരോ അവധിക്ക് വരുമ്പോഴും ഓരോരുത്തരെ നിക്കാഹ് കഴിപ്പിച്ചയക്കും. ഇളയവള് റസിയുടെ നിക്കാഹായിരുന്നു കഴിഞ്ഞ ആഴ്ച. നാളെ മടങ്ങും. അതിനിടയിൽ ഭാഗ്യം മാഷയും കാണാൻ പറ്റിയല്ലോ. ഭാഗ്യം എന്റേതാ. ഭഗവാൻ കൊണ്ട് നിർത്തിയതാ ഇപ്പൊ എന്റെ മുമ്പില്. ആ ഒരു ധൈര്യത്തില് പറയണതിലെ മര്യാദകേട് സാരമാക്കാണ്ട് പറയുക ഞാൻ. 4 പെങ്ങന്മാരെ കെട്ടിച്ചയച്ച നിനക്കത് മനസ്സിലാവാണ്ട് വരില്ല. എന്നോടല്ലേ മാഷിന് എന്തും പറയാം. ഇളയ മകളുടെ കല്യാണമാണ് സൈനു. ദിവസം ഇങ്ങടുത്തു. ലോണും പരിവട്ടവുമായി കുറെ അടുപ്പിച്ചു. കരയെടുക്കാൻ ഇനിയും വേണം ഒരു 50 കൂടെ. സൈനു, എന്നെ ഒന്ന് സഹായിക്കണം. അടുത്ത അവധിക്ക് വരുമ്പോഴേക്കും ഞാൻ തിരികെ തന്നോളാം. റസിയുടെ നിക്കാഹ് കഴിഞ്ഞുള്ള മടക്കായതുകൊണ്ട് ഇപ്പോഴെൻ്റെ കയ്യിലില്ലാത്ത പ്രശ്നമേ ഉള്ളൂ. ചോദിക്കാൻ മാഷിന് അധികാരമുണ്ട്. തരാൻ കടപ്പെട്ടവനുമാണ് ഞാൻ. മാഷ് ബേജാറാവണ്ട. ഇങ്ങനത്തെ ഒരാവശ്യമല്ലേ, അത് മുടങ്ങാൻ പാടില്ല. വഴിയുണ്ടാകും, ഉണ്ടാക്കാം. എന്നേക്ക് വേണം? 30-ാം തീയതിയാണ് കല്യാണം. ഒരു 28-ാം തീയതിയെങ്കിലും. മാഷ് ധൈര്യമായിട്ടിരുന്നോ. ഏറെ എവിടെയും മുട്ടാനില്ലാത്തതുകൊണ്ടാ സൈനു. വേറെ ഒരിടത്തും ഇനി അന്വേഷിച്ചലയണ്ട.
അവിടെ ചെന്നാൽ ഒരു 5-6 ദിവസം. അതിനകം എങ്ങനെ റേസ് ചെയ്യാം? ബാപ്പയുടെ പേർക്ക് ഞാൻ ഡ്രാഫ്റ്റ് അയച്ചേക്കാം. 28-ാം തീയതി മാഷ് അത് വീട്ടിൽ വന്ന് വാങ്ങിച്ചാൽ മതി. ഭഗവാനെ, നീ കാത്തു. ഇത് തിരിച്ചു തരുന്നതിനെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടുകയും വേണ്ട. ബാപ്പ അന്തമാനിൽ ആക്സിഡൻ്റായി കിടന്നപ്പോൾ അവിടെ നിന്നുള്ള പണം വരവ് മുടങ്ങിയതും 3 മാസം മാഷ പൊതിച്ചോറിൻ്റെ ബലത്തിൽ ഉച്ച താണ്ടിയതും ഒന്നും മറന്നിട്ടില്ലേ സൈനു? SLC പരീക്ഷയ്ക്ക് ബാപ്പയുടെ പണം വൈകിയപ്പോൾ മാഷ് തന്ന കാശ് കൊണ്ടാ മാഷെ ഞാൻ ഫീസ് അടച്ചത്. ആ SLC ബുക്കിൻ്റെ ബലത്തിലാ മാഷെ ഞാൻ അക്കരയ്ക്ക് നീന്തി കയറിയത്. റസിയുടെ താഴെ ഒരു പെങ്ങൾ കൂടിയുണ്ട് സൈനുവിന്, മാഷ്ട മോള്. എന്റെ അമ്മോ, ഷാരടി മാഷിന്റെ കാലം നിലത്തെല്ലാം തോന്നുന്നു. മുഖത്തൊരു വെളുത്ത വാവിന്റെ വെട്ടം. ഈ നാട്ടിൽ വെച്ച് ഏറ്റവും ധനികൻ നിന്റെ അച്ഛനാ, അറിയോ? ഇത് എവിടുന്നാവോ ഇത്രയും സമ്പാദ്യം? ബാങ്ക് ബാലൻസിലല്ലടി, ശിഷ്യസമ്പത്തിലാ എന്റെ സ്വത്ത് അത്രയും. അക്ഷരം തെളിച്ചു വിട്ട ഒരുത്തനെങ്കിലും ബാക്കിയുള്ളിടത്തോളം ഷാരടി മാഷ് തോക്കാൻ ഭഗവാൻ സമ്മതിക്കൂല. ഭഗവാന്റെ ഓരോ മായാവിലാസം എന്നല്ലാണ്ട് എന്തു പറയാനാ മാഷെ? അങ്ങേരെ മാഷൊന്ന് നേരത്തെ കാണുന്നതിൽ തെറ്റില്ലെന്നാ എനിക്ക്. ബാപ്പയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരിക്കുമല്ലോ സൈനുദ്ദീൻ പോയിട്ടുണ്ടാവുക. അതിരുമാനെ കണ്ടിട്ട് കാലം കുറച്ചായി. സുധയും കുട്ടികളും നാളേക്ക് എത്തുമായിരിക്കും അല്ലേ? ഇന്ന് സന്ധ്യക്ക് എത്തണമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നാളെ സൈനുദ്ദീന്റെ വീട്ടിലേക്ക് പോണ കാര്യേ തിരക്കിനിടയിൽ മറക്കണ്ട മാഷെ. മറക്കേ, അതും കൂടി കയ്യിലെത്തിയാലേ ശ്വാസം നേരെ വീഴൂ. സെയിനു ഇന്നലെ പുലർച്ചയ്ക്ക് വിളിച്ചിരുന്നു. തലേന്ന് തന്നെ ഡ്രാഫ്റ്റ് അയച്ചിരിക്കണം. മാഷ് വരണതിന് മുമ്പ് പോസ്റ്റ് ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ച് ഡ്രാഫ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കൊണ്ടൊന്ന് തരേണ്ട താമസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെ അതെ, പക്ഷേ അത് ഇത്രയും വൈകുന്നതുകൊണ്ടുള്ള ശ്വാസം മുട്ടലാണ്. സന്ദർഭത്തിന്റെ ഗൗരവം അറിയാലോ അതിരുമാനെ. പിന്നെ അറിയാണ്ട്. അതെ, ടൗണിൽ നിന്ന് ഇത്തിരി വിട്ടിട്ടല്ലേ നമ്മുടെ വീട്. വഴിക്കുള്ളത് കൊടുത്തു കൊടുത്ത് ടൗൺ പറഞ്ഞത്. അതിന്റെ താമസമാ. മാഷ് ബേജാറാവണ്ട. വേണ്ട, ചായ കുടിച്ചിട്ട് അധികമായില്ല. ഇങ്ങടെ പരവേശം ഞമ്മക്കറിയാം. ഇതൂടെ അങ്ങ് ചെല്ലട്ടെ. ആ, അതെ, എത്തിയല്ലോ. ഓം പറഞ്ഞതാ മാഷേ. ഇനിയിപ്പോ ഇത് ബാങ്കിൽ കൊടുക്കണം, കാശ് വാങ്ങണം. പുറപ്പെടാം. അയ്യോ, ചതിച്ചല്ലോ ബാപ്പ. ഇന്ന് ശനിയാഴ്ചയാണ്, ഉച്ചവരെ ബാങ്കുള്ളൂ. അല്ലാ, ശനിയാഴ്ചയുടെ കാര്യം സെയിനും മാഷും ഞാനും ആരും ഓർത്തില്ലല്ലോ. നമുക്ക് ചെന്നൊന്ന് കാല് പിടിച്ചാലോ? ഇത് 9 മണിക്ക് തുറക്കുന്ന ബ്രാഞ്ചാ. ശനിയാഴ്ച 11 മണിക്ക് ബാങ്ക് ഇടപാട് തീരും. ഇപ്പൊ ഓടിച്ചെന്നാലും ചെല്ലുമ്പോഴേക്ക് 1 മണിയാവും. അവരടച്ചിട്ട് പോകും. അത് നാളെ ഞായറാഴ്ചയല്ലേ, തുറക്കൂല. ഇനിയിപ്പൊ തിങ്കളാഴ്ചയെ നടക്കും. മറ്റന്നാ തിങ്കളാഴ്ചയാണ് കല്യാണം. ഈ പണം കിട്ടിയില്ലെങ്കിൽ എന്റെ മോള്. തിങ്കളാഴ്ച എപ്പോഴാ മുഹൂർത്തം? 12-നും 12:45 ഇടയ്ക്ക്. അപ്പ സമാധാനമുണ്ട്. മാഷ് ധൈര്യമായിട്ട് വീട്ടിലോട്ട് പോകട്ടെ. തിങ്കളാഴ്ച രാവിലെ കല്യാണ പാർട്ടിയെ സമയത്തിന് അയക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് മാഷ് നേരെ ബാങ്കിലേക്ക് വന്നോളൂ. അവിടെ ബാപ്പ ഉണ്ടാവും. 9 മണിക്ക് ബാങ്ക് തുറന്നാലുടൻ പണം വാങ്ങിത്തരും. ഇവിടെ നിന്ന് തൃപ്രയാർക്ക് ഇത്ര ദൂരമല്ലേ ഉള്ളൂ. സമയത്തിന് മുമ്പ് മാഷെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ എത്താം. പടച്ചോം വിചാരിച്ചാൽ നടക്കാത്ത പ്രതിവിധി വല്ലതും ഉണ്ടോ മാഷേ? തീർന്നല്ലോ പ്രശ്നം. അത് തിങ്കളാഴ്ച രാവിലെ ബാങ്കിന്റെ മുമ്പിൽ ഞാനുണ്ടാവും.
എന്നാ മോളെ എടങ്ങേറാവില്ലല്ലോ മാഷേ? ഇല്ലാന്ന്. പണത്തിന്റെ കാര്യത്തില് വെടക്ക് ശീലവാ ഗോപിയുടെ അമ്മയ്ക്കും ബാസിപ്പിള്ള ചേട്ടനും, അറിയാലോ. ആ എന്നാ നമുക്ക് ഇറങ്ങാം മാഷെ. ഇത്തിരി എമർജൻസി ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അവിടെ കൊടുത്താൽ മതി. ഞാനെന്നാ. ശരി, സന്തോഷം. അതെ, എന്താ എന്താ ഇത്? ബസ്സൊന്നും ഓടുന്നില്ലേ? ഇന്ന് സമര. പത്രത്തിലെങ്ങും കണ്ടില്ലല്ലോ. മിന്നൽ പണിമുടക്ക് 1/2 മണിക്കൂറേ ആയുള്ളൂ തുടങ്ങിയിട്ട്. അയ്യോ, എന്തുട്ടാണാവോ കാരണം? ആ എങ്ങാണ്ട് ഏതോ ഒരു ഡ്രൈവറെ ഏതോ ഒരു പോലീസുകാരൻ മീശ പിരിച്ച് കണ്ണു പിരിച്ച് നോക്കിയത്രേ. ടൗണിലേ ഉള്ളൂ സമരം. അതിർത്തി താണ്ടിയ വണ്ടി കിട്ടും. അത്യാവശ്യക്കാർക്ക് അതേ വഴിയുള്ളൂ. ആ അത് ശരിയാ. ടാക്സി കിട്ടുമോ? ഓട്ടോ കിട്ടില്ല, പിന്നല്ലേ ടാക്സി. മോട്ടോർ തൊഴിലാളി എന്ന് പറയുമ്പോ എല്ലാരും പെടും സാറേ. ഈശ്വരാ, ഇനി
ചാവാനാണെ കാരണവർക്ക് വേറെ എന്തെല്ലാം വഴിയുണ്ട്. എന്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ വന്ന് അടവയ്ക്കണോ? അല്ലെങ്കിലേ ഞാൻ ഗ്രഹപ്പുഴക്കാരനാ. ഇനി ഇതിന്റെ ഒരു കുറവുകൂടെ ഉള്ളൂ. ഒരു ദയവ് കാണിക്കണം, എന്നെ ഒന്ന് തൃപ്രയാർ എത്തിക്കണം. 12 മണിക്ക് എന്റെ മകളുടെ കല്യാണമാണ്. അതിനകം ഈ പണവുമായി എത്തിയില്ലെങ്കിൽ കല്യാണം മുടങ്ങും. അയ്യോ, കാരണവരെ ഇന്ന് ബന്ധാ. അതറിഞ്ഞിട്ട് എങ്ങനെയും ടൗൺ അതിർത്തി കിടക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. പരവേശമെടുത്ത് കണ്ണിൽ ഇരുട്ട് കയറിയത് കൊണ്ടാ കാറ് വന്നത് കാണാതിരുന്നത്. ഇന്ന് വണ്ടി ഓടിച്ച ആ കുഴപ്പമാവും. ഞാൻ എൻ്റെ മോൾക്ക് പനി കൂടിയിട്ട് അവളെ എങ്ങനെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ഒളിച്ചും പാത്തും വണ്ടിയെടുത്ത് വന്നതാ. എത്ര പേരുടെ കാല് പിടിച്ചിട്ടാണെന്നോ ഇവിടം വരെ എത്തിയത്. പൊന്ന് കാരണവരെ എന്നെ ഒന്ന് ഒഴിവാക്കിയാലേ. ഓടിയിട്ട് നീങ്ങാത്തത് കൊണ്ടാ കാല് പിടിക്കണേ. എന്റെ മോള് അവളുടെ കല്യാണം മുടങ്ങിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് വലിയ ധർമ്മസങ്കടമായല്ലോ. ഞാൻ എന്താ ചെയ്യാ? അച്ഛാ, മുത്തശ്ശനെ പോലെ ഒരാളല്ലേ, കരയണ്ടെന്ന് പറ. മാള് പറഞ്ഞാൽ എനിക്കതിനപ്പുറമില്ല. ഇവളുടെ വല്യമ്മ നന്ദിനേശിയുണ്ട് സിറ്റി ഹോസ്പിറ്റലിൽ. അവരുടെ അടുത്ത് എവിടെ ഏൽപ്പിച്ചിട്ട് പോവാം. ആ കാരണം ഒരു കയറ്. സമരക്കാർ തടഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണമെന്നേ ഉള്ളൂ. ആ ശ്രമിക്കാം. മാളു, എത്രയല്ല പഠിക്കണേ? UKG. ആഹാ, അപ്പൊ അടുത്ത കൊല്ലം ഫസ്റ്റ് സ്റ്റാൻഡേർഡില്ലേ? എങ്ങനെ, നന്നായിട്ട് പഠിക്കുവോ? മുത്തശ്ശൻ നല്ലോണം പഠിപ്പിച്ചു തരും. സ്കൂൾ മാഷായിരുന്നു. അതെയോ? വർത്താനം പറയാൻ ആളെ കിട്ടിയപ്പോ മാളുവിന് പനി ക്ഷീണമൊക്കെ മാറിയല്ലോ. ഏത് സ്കൂളിലാ മാളുവിന്റെ മുത്തശ്ശൻ? ദേവസ്വം സ്കൂളിലായിരുന്നു, പ്രൈമറിയിൽ. 2 കൊല്ലം റിട്ടയറായി. വാ മോളെ. ഒരു മിനിറ്റ്, ദാ വരുന്നു. കാരണം ഒരു വിഷമിക്കണ്ട, 12 മണിക്കല്ലേ മുഹൂർത്തം. ഞാൻ എത്തിക്കാം. ഭവാനി, കേറിക്കോളൂ. സമരമാണെന്ന് അറിഞ്ഞില്ല കേശു. അറിഞ്ഞു. എന്താ കരിങ്കാലി പണിക്ക് ഇറങ്ങിയിരിക്കുക? ചൂടാകാതെ വാസുവേ, ആ പണി കേസുന്നില്ല. ഇതേ ട്രിപ്പ് ഓടുകയല്ല, അച്ഛൻ്റെ കൂട്ടുകാരനാ. മകളുടെ കല്യാണം തൃപ്രയാർ വഴി പെട്ടുപോയി. ചെറുക്കൻ കൂട്ട് കൊടുക്കാനുള്ള പണം മൂപ്പര ബാഗില. 12 മണിക്ക് മുഹൂർത്ത.
ഒന്ന് കൊണ്ട് വിട്ടില്ലെങ്കിൽ ആ പാവം പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. ദയവ് ചെയ്ത് കേശു കള്ളം പറയില്ല. കേശവട്ടം പൊയ്ക്കോളൂ, സമയം തെറ്റിക്കണ്ട, ഒരു നല്ല കാര്യത്തിനല്ലേ. പോട്ടെ. അച്ഛനെ ഇവിടെ ഒരുമാതിരി പേരൊക്കെ അറിയും. ഇവിടുത്തെ പകുതി ആളുകളെയും അച്ഛൻ പഠിപ്പിച്ചതാണ്. അച്ഛൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാ കാരണവരോട് അവർക്കൊരു അലിവ് തോന്നിയത്. അതെ, ഈ കാരണവരെന്നുള്ള വിളി വേണമെന്നില്ല. ഞാനൊരു മാഷ. സമരക്കാരോട് ഞാനൊരു ഡാമിന് പറഞ്ഞ ഒത്തല്ലോ. അയ്യോ, മാഷാണെന്നറിയാതെ നേരത്തെ അപ്പോഴത്തെ മുഷിറിന് ഞാൻ ചൂടായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. മാപ്പാക്കണം. ആപത്ത് സമയത്ത് എന്നെ സഹായിക്കാൻ ഒരു മാഷ്ടെ മകനെ ഭഗവാൻ അയച്ചതാ. നേരാവട്ടോ. ഞാനും പ്രൈമറി സ്കൂളിലാ. അടുത്ത കൊല്ലം അവസാനം റിട്ടയർ ചെയ്യും. പേര് ഭരത പിഷാരടി. അച്ഛൻ ശിവശങ്കരൻ നായർ, ഞാൻ കേശവൻകുട്ടി. കേശു എന്ന് വിളിക്കും. മാളു എനിക്ക് ഒറ്റ മോളാ. പ്രസവത്തോടെ മാളുവിൻ്റെ അമ്മ ഇന്ദു മരിച്ചു. അപ്പോ ഞാൻ ആകെ തളർന്നു മാഷെ. ആശ്വസിപ്പിച്ചും നിന്റെ മോൾക്ക് വേണ്ടി നീ തളരാതെ വീണ്ടും പഴയപടിയാകണമെന്നും ഓതി ഓതി അച്ഛനാണ് എന്നെ അതിൽ നിന്ന് കരകയറ്റിയത്. മാളുവിന് മുത്തശ്ശൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. അവൾക്ക് അമ്മയും ചങ്ങാതിയും മുത്തശ്ശനും ഒക്കെ അച്ഛനാ. അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് കേശുവിന്റെ ഭാഗ്യം. മാളുവിന്റെ എന്റെയും ഭാഗ്യം. ഏട്ടന്മാരും അളിയന്മാരും ഒക്കെ വലിയ നിലയിലാ. ഒരാൾ വലിയ വക്കീല്, ഒരാൾ എഞ്ചിനീയർ, കോൺട്രാക്ടർ, പിന്നെ ബാങ്ക് ഓഫീസർ. കൂടെ താമസിക്കാൻ അവരാര് വിളിച്ചാലും അച്ഛൻ പോവില്ല മാഷെ. എൻ്റെ കൂടെ നിൽക്കും. മാളുവിനെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്നാ പറയാ. കേശുവിന്റെ സ്നേഹത്തിന്റെ സത്യം അച്ഛന് ബോധ്യമുണ്ട്. മാഷ പറഞ്ഞു നേരെ. പഠിക്കാൻ ഞാൻ മണ്ടനായിരുന്നു. അതച്ഛന് വലിയ സങ്കടമായിരുന്നു. കുറെ ഉഴപ്പി. അതിനിടയിൽ ഡ്രൈവിംഗ് പഠിച്ചു. അതൊരു തൊഴിലാക്കി. ഇപ്പോ ഈ വണ്ടി എൻ്റെ സ്വന്തം. മേലനങ്ങി അധ്വാനിക്കും മാഷെ. അച്ഛൻ്റെ പെൻഷൻ കാശ് ബാങ്കിൽ കിടക്കുകയുള്ളൂ. എനിക്ക് കിട്ടുന്നതുകൊണ്ട് അന്തസ്സായിട്ട് കുടുംബം നോക്കും ഞാൻ. അങ്ങനെ വേണം. ഒരനുജൻ, അളിയൻ, ടാക്സി ഡ്രൈവറാണെന്ന് പറയാൻ കുറച്ചില്ല എല്ലാവർക്കും. പക്ഷെ അച്ഛൻ പറയുക എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ എന്നാ. കേശു വിയർപ്പൊഴുക്കി വാങ്ങി വരുന്ന അരിയുടെ ചോറിന് ഉപ്പ് വേറെ വേണ്ടാന്ന്, അതിൻ്റെ രുചി പ്രത്യേകമാണെന്ന്. എൻ്റെ അച്ഛനെ പോലൊരച്ഛൻ വേറെ കാണില്ല മാഷെ. ഒരച്ഛനെ കുറിച്ച് ഇങ്ങനെ കരുതാൻ ഒരു മകനും അധികം വേറെ കാണില്ല. കണ്ണ് നിറയുന്നു മാഷെ. മാഷന്റെ മർമ്മത്താ തൊട്ടത്. നമസ്കാരം. അച്ഛൻ എന്ത് കളിയാ വിരിചേച്ചി കളിക്കുന്നത്? മുഹൂർത്തത്തിന് സമയമാവുന്നു. സെക്രട്ടറി കൂടി എന്താ അമാന്തം? അതെ, കുട്ടിയുടെ അച്ഛനെത്തില്ല. ഇന്നത്തെ ദിവസം കണ്ടുള്ള ലോകസഞ്ചാരത്തിന് കണക്കായി.
കുറച്ച് റുപ്പീസിന്റെ ഏർപ്പാട് ബാക്കിയുണ്ടേ, അത് സംഘടിപ്പിക്കാൻ പോയതാ. ഇപ്പൊ എത്തും. ഇതൊക്കെ മുഹൂർത്തത്തിലേക്കാ വെക്കണേ. നല്ല കഥ. വന്ന് കാല് പിടിച്ചപ്പോ മതിയെന്ന് പറയേണ്ടി വന്നു. ബുദ്ധിമോശം. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? വരട്ടെ. മുഹൂർത്തം 3/4 മണിക്കൂറുണ്ടല്ലോ. കാശ് കൈ വന്നിട്ട് മതി ഗോപി മണ്ഡപത്തിലേക്ക് കയറുന്നത്. അതത്രേ ഉള്ളൂ. റാസിപ്പിള്ളയുടെ അത് പ്രത്യേകം പറയണോ? ഏയ്, കൊണ്ടുവരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ പിഷാരടി മാഷ് കൊണ്ടുവന്നിരിക്കും. ഇത് കാലമല്ലാത്ത കാലമാണ്. ഒരു ശാരടിയും നമ്പാൻ പറ്റിയല്ല. യേശുവിന്റെ സംസാരത്തിനിടയിൽ മനസ്സിന്റെ കനം അല്പനേരത്തേക്ക് മറന്നു. അല്പനേരത്തേക്കല്ല, ഇനി മുഴുവനായിട്ട് മറക്കാം. ദേ, നമ്മളെത്തി. എത്തിയോ? കല്യാണം കൂടി മൂക്കുമുട്ട സദ്യ കൊണ്ടിട്ടേ പോവുള്ളായിരുന്നു. പക്ഷെ മാളു എത്ര തന്നാലും മതിയാവില്ല. എന്നാലും ദാ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കേശു ചാർജ് വാങ്ങാറില്ല. വൈകിക്കണ്ട, മാഷ് ചെന്നെ. ആസ്പത്രിയിൽ മാളു എന്നെ തിരക്കുന്നുണ്ടാവും. എന്താ മാഷെ, മുഹൂർത്തത്തിന് സമയമായി, വേഗം വന്നേ. എന്നാ ദൈവം അനുഗ്രഹിക്കും. കേശു 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 ഒന്ന് നിന്നേ. കേശു മാഷെ, എന്തായി മാഷെ, കിട്ടിയില്ലേ? കിട്ടി. ഇറങ്ങാൻ നേരത്തെ സംഭ്രമത്തില് കാറില് ബാഗ് വെച്ച് മറന്നു, എടുക്കാൻ വിട്ടു. എന്നിട്ടാ കാർ എന്തിയെ? കാർ വിട്ടുപോയി. ചതിച്ചോ എന്റെ ഭഗവാനെ. ഞാനിനി എങ്ങനെ ഭാസിപ്പിള്ളയുടെ മാലതമ്മയുടെ മുഖത്ത് നോക്കും? എന്റെ മോള് നിങ്ങൾ ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഒരുത്തരെന്ന് കരുതിയില്ല. 25,000 റുപ്യ തരുന്ന ഒഴിവാക്കാൻ അവസാന നിമിഷം ഉണ്ടാക്കിയ ഒരു കഥ. ഭേഷ്, ആര് കേട്ടാലും അതേപടി വിഴുങ്ങും. കൂട്ടിയിട്ട് കൂടിയില്ലെങ്കിൽ വന്ന് അവധി പറയാമായിരുന്നില്ലേ? വേറെ നിവൃത്തി നോക്കായിരുന്നല്ലോ. പകരം മുഹൂർത്തം വരെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു കള്ളം കേൾക്കുമ്പോ അറയ്ക്ക എനിക്ക്. ഇത് മഹാവൃത്തികേടെന്നല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞത് നേരാണ്. ഇയാടെ ഒരു നേരെ. ഗിരിജേ, ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? കാശ് കാശാണ്. അത് കൈ കിട്ടിയിട്ടല്ലാതെ ഒരുത്തനെ നമ്പാൻ പറ്റില്ല. നെറിവില്ലാത്ത ഇക്കൂട്ടരുടെ അടുത്ത് നിന്ന് തന്നെ വേണോ മരുമകനൊരു ബന്ധുത? ഭാരതിയമ്മേ,
നിങ്ങളുടെ ഗോപി എന്താ എടുക്കാ തിരക്കായോ? ഇങ്ങനെ നേരും നെറിയില്ലാത്തൊരു ചതിക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കെട്ടാൻ മാത്രം. അതിന് താലി കിട്ടിയില്ലല്ലോ, മണ്ഡപം വരെ എത്തിയെന്നല്ലേ ഉള്ളൂ. ആ നാണക്കേട് നമുക്ക് അങ്ങ് സഹിക്കാം. പക്ഷെ വിശ്വാസവഞ്ചന അത് തീരെ സഹിക്കാൻ പറ്റില്ല. ഈ ബന്ധുത ഇനിയും വേണ്ടാന്ന് വെക്കാവുന്നതേ ഉള്ളൂ. ഒരു ദിവസത്തെ സാവകാശം മതി, പണം ഞാൻ എത്തിക്കാം. കല്യാണം മുടങ്ങരുത്. പഴയ ചാക്കിന്റെ അത്ര വരില്ല നിങ്ങളുടെ വാക്ക്. ഞാനേക്കാം എന്റെ വീടിന്റെ പ്രമാണം തരാം. ഞങ്ങൾ ഉറപ്പു തരാം. അപ്പുറവും ഇപ്പുറവും കച്ചവടം നടത്തണവരാ നമ്മൾ. എന്റെ കട ഈടായി കണ്ട് നിങ്ങൾ ഈ കല്യാണം നടത്തണം. ഈ കുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ ഇടവരുത്തല്ലേ. അതെ, പണം രാവിലെ അവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, ഉറപ്പ്. ഒരുത്തിന്റെ ഈട് ഉറപ്പൊന്നും എനിക്ക് വേണ്ട. സമയം 12:30. 15 മിനിറ്റ് ഉടനെ മുഹൂർത്തത്തിന്. അതിനകം റുപ്പീസ് എന്ന താലി കെട്ടാൻ. ഇല്ലെങ്കിൽ ഇല്ല. ഈ ബന്ധുത മറന്നേക്കുക. ഒരു പെൺകുട്ടിയുടെ ജീവിതമാ. അതെന്തേ സ്വന്തം അച്ഛൻ ഓർത്തില്ല? പിന്നത്തെ കാര്യം കൂടെ പറഞ്ഞേക്കാം. തന്ന 50,000 റുപ്പീസ് വിസക്കാരന് കൊടുത്തു. വേറെ എവിടെന്നെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ടേ ആ ഇടപാട് തീർക്കാൻ പറ്റും. താമസം വരും. ശരിയായാലുടൻ ഗിരിജവശോധം എത്തിക്കാം. ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ഇനിയും 14 മിനിറ്റ് ബാക്കി. ആ കാറിന്റെ നമ്പർ അറിയോ മാഷേ? ഇല്ല. ഡ്രൈവറുടെ പേര് കേശു. അച്ഛൻ ദേവസ്വം സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത മാഷ ശിവശങ്കരൻ നായർ. പിന്നെ കേശുവിന്റെ ഭാര്യയുടെ ചേച്ചി ഒരു നന്ദിനി മിഷൻ ഹോസ്പിറ്റലിലെ നേഴ്സാ. ഇത്രയും വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ അപ്പോഴേക്കും മുഹൂർത്തം കഴിയുമല്ലോ. ചരിത്ര ഭാവിയായി പോയല്ലോ എന്റെ മോളെ. രാമൻകുട്ടിയാട്ടെ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ഭഗവാനെ? ഒരിത്തിരി അലിവ് കാട്ടെന്നെ ഭാസിപ്പിള്ള ചേട്ടാ. ഒരബദ്ധം പറ്റി കൂട്ടരെ. താലി കെട്ട് മുമ്പ് തനിനിറം തെളിഞ്ഞത് ഗോപിയുടെ ഭാഗ്യം. ഈ കെണിന്ന് രക്ഷപ്പെട്ടുവല്ലോ. ഹെഡ് മാസ്റ്റർ യോഗ്യൻ, നാട്ടുകാർക്ക് മുഴുവൻ മതിപ്പ്. എന്തായിരുന്നു വമ്പ്. എന്നിട്ടിപ്പോ 25,000 രൂപയാണ് നിങ്ങൾക്ക് വലുത്. അതെത്തിക്കാൻ എന്റെ അച്ഛന് കഴിഞ്ഞില്ല. അതിനുള്ള ശിക്ഷ നിങ്ങൾ വിധിച്ചു കഴിഞ്ഞു. എന്റെ തലയിലെടുത്ത് ഞാൻ സഹിച്ചു. അതോടെ മതി. ഇനി ഈ പാവത്തിന്റെ നെഞ്ചിൽ ചവിട്ടി മതിക്കാൻ പറ്റില്ല. പാതാളത്തേക്കാൾ താഴ്ന്നു നിൽക്കുക എന്റെ അച്ഛൻ. ഇനി ഞാൻ സമ്മതിക്കില്ല. തൂക്കിക്കൊന്നവന്റെ ശവത്തിലെ കുന്തം കൊണ്ട് കുത്തി രസിക്കണ്ട. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ കുട്ടിയുടെ നഷ്ടം നമ്മൾ സഹിച്ചു. ഉറുപ്പിയന്റെ പുറത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണെന്ന് കാണാൻ മനസ്സിലാത്ത നിങ്ങള് വലിച്ച ഭർത്താനൊന്നും വിളമ്പണ്ട. പൊയ്ക്കോളി. മാഷ് ബാഗ് എടുക്കാൻ പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ നിന്ന് സമയം കളയണോ? പുറപ്പെട്ടാലോ? വഴിയിൽ വല്ലതും നിർത്തിയിട്ട് വേണ്ടേ വിശപ്പിന് വല്ലതും കഴിക്കാൻ? ഓരോരോ ഗതികേടെ. കേശു,
മാഷ് ബാഗ് കാറിൽ വെച്ച് മറന്നു. പണം ഇതിലല്ലേ ഉള്ളത്? ഇങ്ങനൊരു കഥ കേട്ട സത്യമാണെന്ന് ആരാ കരുതുക? ഉണ്ടാക്കി പറയുന്ന കെട്ടുകഥ കാണാന്നല്ലേ തോന്നൂ. ഏതായാലും റുപ്പി സത്യമല്ലോ. ഇനി എന്താ പ്രശ്നം? സമയം 12:35 കഴിഞ്ഞതേ ഉള്ളൂ. 9-10 മിനിറ്റ് ബാക്കി. വൈകിക്കണ്ട. വാ മോളെ. എങ്ങോട്ട്? വരട്ടെ. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. മോളെ മിണ്ടാതിരുന്നു, ഇക്കാര്യം പറയണ്ട. ഇദ്ദേഹം ഈ പണം കണ്ട് ഇതിവിടെ എത്തിക്കാനുള്ള സന്മനസ് കാട്ടിയില്ലായിരുന്നെങ്കിൽ 9 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഊഹോ. എന്റെ മോളെ, അത് അപ്പോഴത്തെ ഒരു വിഷമത്തിന്, ഒരു വാശിക്ക്. ആ വാശിയും വിഷമവും തോന്നിച്ച മനസ്സ് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്. എത്ര നിസ്സാരമായിട്ടാ ഈ പണം ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്ന് അറുത്തു മുറിച്ച് പറഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകരുന്നതെന്ന് ഓർത്തോ? കണ്ടവരുടെ വർത്തമാനം കേട്ട് എന്നാ മുഹൂർത്തം കഴിയും. കഴിഞ്ഞോട്ടെ. 25,000 രൂപയുടെ വില എന്റെ ജീവിതത്തിന് കാണാൻ മനസ്സ് നട്ടല്ലില്ലാത്തവന്റെ താലി എനിക്ക് വേണ്ട. അത് ശരി. അപ്പൊ ഈ കുട്ടി പറഞ്ഞതുപോലെ ഈ പണം ഞാനിവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ കല്യാണം നടത്തില്ല എന്നുള്ള തീരുമാനമായിരുന്നു. നിങ്ങളൊക്കെ മനുഷ്യരാണ്. നിങ്ങൾക്കൊന്നും പെങ്ങന്മാരും പെമ്മക്കളും ഇല്ലേ? എന്റെ വണ്ടിയിലിരുന്ന് പണം സമയത്തിനോട് എത്തിക്കാൻ വേണ്ടി ഈ മാഷിരുന്ന് ഉരുകി പിടയുന്നത് കണ്ടവനാ ഞാൻ. പണം എടുക്കാൻ മറന്നപ്പോ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഭയങ്കരം. കണ്ണി ചോരയില്ലാത്ത ഈ മഹാഭാവികളുടെ നടുവിലേക്കാണോ മാഷ് ഈ കുട്ടിയെ നടറലാൻ പോകുന്നത്? കാല് പിടിച്ച് കെഞ്ചിയില്ലേ? എന്റെ കിടപ്പാടത്തിന്റെ പ്രമാണം ഈടായി തരാന്ന് പറഞ്ഞില്ലേ? ഹംസക്കട കട തരാന്ന് പറഞ്ഞു, ഒരു ഉറപ്പിന്. കേട്ടോ? ഒരിത്തിരി അലിവ് കാട്ടാൻ. ഈ കുട്ടിയുടെ ജീവിതം തകർക്കാണ്ടിരിക്കാൻ കാല് പിടിച്ച് അപേക്ഷിച്ചില്ലേ ഈ മാഷും ഞാനും ഈ കണ്ടുവരും മാറി മാറി. പണം കാണുമ്പോ മാത്രം തെളിയണ നിങ്ങളുടെ മനസ്സ് ഇനി ഇവിടെ ആർക്ക് കാണണ്ട. ഇത് നടക്കാതിരുന്നത് മാഷയുടെ മകളുടെ മുൻജന്മ സുഹൃതം. മാഷയുടെ മനസ്സിന്റെ നേര്. മോള് രക്ഷപ്പെട്ടു എന്ന് കരുതുക. ഞാൻ വെറും ഒരു ടാക്സിക്കാരൻ, അന്യൻ. പക്ഷെ ഉള്ള നേരം കൊണ്ട് നിങ്ങളോടൊരടുപ്പം തോന്നി. എന്റെ അച്ഛനെ പോലും മാഷല്ലേ നിങ്ങൾ. എന്റെ പെങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ഘട്ടം വന്നിരുന്നെങ്കിൽ എപ്പോഴേ ആട്ടി ഇറക്കിയാൻ എല്ലാത്തിനെയും. എന്നിട്ട് ആണായി പറഞ്ഞ നേരുള്ളൊരുത്തൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ ജാതിയും കുലവും നോക്കാതെ ധൈര്യമായിട്ട് കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചേനെ ഞാൻ. പറ്റുമോ നിനക്ക് അങ്ങനെ ഒരുത്തനാവാൻ? നിന്റെ അച്ഛനെ പോലെ ഒരു മാഷെന്ന് കരുതിയില്ലേ നീ എന്നെ? കഴിയോ കേശു അങ്ങനെ ഒരു മാഷിന്റെ മോളെ രക്ഷപ്പെടുത്താൻ? മാഷേ, ഞാൻ മുഹൂർത്തം കഴിയും മുമ്പ് ഇവളുടെ കഴുത്തിലൊരു താലി കെട്ടി ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ. മാഷേ, സ്വന്തം മോളുടെ അസുഖത്തിന്റെ കാര്യം പോലും വിട്ടിട്ട് ഈ പണം ഇവിടെ എത്തിക്കാൻ വേണ്ടി പാഞ്ഞു വന്നില്ലേ? നിന്റെ മനസ്സിന്റെ ആ നേരിനെ തൊഴുതിട്ട് യാചിക്കുകയാണ്. നിന്റെ മാളുവിന്റെ അമ്മയായിട്ട് കൂട്ടുവോ എന്റെ സിന്ധുവിനെ?
കുട്ടിയേട്ട മാഷ് പറയുന്നേ കെഞ്ചനെ. ഞാൻ പക്ഷേ ഈ കുട്ടിക്ക് ഒരു രണ്ടാം വിവാഹക്കാരനായി എന്നെ പണത്തിനേക്കാൾ വലുതായിട്ട് മനുഷ്യനെ കാണുന്ന ഒരാളുടെ കൂടെ എന്റെ കുട്ടിക്ക് സന്തോഷമേ ഉണ്ടാവൂ. സമ്മതമാണ്. നേരുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ സന്തോഷമാണ്. അച്ഛാ, ഈ തോന്നുന്നത്, ഈ ചെയ്യുന്നത് ശരിയാകണേ. സദ്യ നടക്കട്ടെ. ഞാനൊന്ന് മാളു ആശുപത്രിയിലല്ലേ. പൊയ്ക്കോ. പോകുമ്പോ മാളുവിന്റെ അമ്മയെ കൂടെ കൊണ്ടുപോ. ആ ഗിരിജാമ ആ പറഞ്ഞത് ന്യായം. വന്നപ്പോ 103 ഡിഗ്രി പനിയുണ്ടായിരുന്ന ഒരു പെണ്ണ് ദേ ഓടി കളിക്കുന്നു. എവിടെ പോയി ഇവളുടെ പനി? ഇതെന്ത് മറിമായം? മാളു, മാളുവിന്റെ പനി പോയച്ചാ. എവിടെ പോയി? അതിലെ ഇതാരാച്ചാ? മാളുവിന് അമ്മയെ കാണണമെന്ന് പറയാറില്ലേ? ഇതാ അമ്മ. ശരിക്കും മാളുവിന്റെ അമ്മയാണോ അച്ഛാ? അമ്മേ, മോളെ, മോളെ.